അപ്പോ നമ്മുടെ ഈ സൺഡേയിലെ ഫ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഡാൻസ് ഒക്കെ ഇട്ട് നമ്മൾ എൻജോയ് ചെയ്തു, അടിച്ചു പൊളിച്ചു അല്ലെ. അപ്പോ ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മള് സാധാരണ ഓണം, ക്രിസ്മസ്, പെരുന്നാള് അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ബർത്ത്ഡേ ഒക്കെ അല്ലെ, അന്നത്തെ ദിവസമൊക്കെ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും. നമ്മളങ്ങ് സന്തോഷത്തിന്റെ അങ്ങ് ഏറ്റവും പരകോടിയിലായിരിക്കും. അപ്പോ ചില ദിവസങ്ങളിൽ നമുക്ക് അത്രയും സന്തോഷിക്കാൻ പറ്റില്ല. ഈച്ച് ഡേ ഷുഡ് ബി എ സെലിബ്രേഷൻ. നമ്മുടെ ജീവിതത്തിൽ ഓണവും ക്രിസ്മസും പെരുന്നാളും പോലെ തന്നെ ബർത്ത്ഡേസും പോലെ തന്നെ എല്ലാ ദിവസങ്ങളും ഒരു സെലിബ്രേഷൻ ആണെങ്കിൽ അല്ലെ, ലൈഫ് എത്ര അടിപൊളിയായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ അതുപോലെ ആക്കി മാറ്റണം ഓരോ ദിവസങ്ങളും. ആക്ച്വലി ലൈഫ് ഈസ് സോ ഈസി ആൻഡ് എഫേർട്ട്ലെസ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ഭയങ്കര രസമാണ്. പലരും പറയും ടീച്ചറെ അത്ര രസമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ വി ആർ മേക്കിംഗ് ഇറ്റ് കോംപ്ലക്സ് ത്രൂ അവർ തോട്ട്സ്. നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ ഇതിനെ ഭയങ്കര കോംപ്ലക്സ് ആക്കി മാറ്റുകയാണ്. സത്യം പറഞ്ഞാല് ഞാൻ ഈ രണ്ട് എക്സ്റ്റെന്റിലും ജീവിച്ചിട്ടുള്ള വ്യക്തിയായതുകൊണ്ട് ഞാൻ പറയാണ്, ഒരിക്കൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടോ എന്ത് ബോറൊക്കെയാണ് ഈ ലൈഫ്. ഈ ലൈഫില് പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടുന്നില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നില്ല, ഭയങ്കര ബോറാണ് ഈ ലൈഫ് ജീവിക്കാൻ, അല്ലെങ്കിൽ കഷ്ടപ്പാടാണ്, ദുഃഖമാണ്, ദുരിതമാണ് എന്നൊക്കെ കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു വലിയ കാര്യം, അതായത് ഒരു തിരിച്ചറിവ് എന്ന് പറയും, നമ്മുടെ അവയർനെസ് ലെവല് കൂടുമ്പോൾ നമുക്ക് വരുന്ന ചില തിരിച്ചറിവുകളുണ്ട്. അതായത് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ലൈഫ് ശരിക്കും ഭയങ്കര ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിരുന്നു. ആവശ്യമില്ലാത്ത ചിന്തകൾ, ഒരു ചെറിയ കാര്യം വരുമ്പോൾ ഓവർ തിങ്ക് ചെയ്ത് അതിനെ മൊത്തം ചളകളം ആക്കുമായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ ചിന്തകളുടെ എന്താ പറയാ, നമ്മുടെ മൈൻഡിന്റെ ബോസ് ആയി കഴിഞ്ഞപ്പോ മിക്കവരും ഇപ്പോഴും മൈൻഡിന്റെ അടിമകളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് പറയുന്നതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പലർക്കും ആ ഒരു ശരിക്കും പറഞ്ഞാൽ ലൈഫിലെ ആ ഒരു ഹാപ്പിനെസ് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, ലൈഫിന്റെ ആ ഒരു പൂർണ്ണതയിൽ ലൈഫിനെ ആസ്വദിക്കാൻ പറ്റാത്തത്. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിന്റെ അടിമകളായിട്ട് ജീവിക്കാതെ നമ്മൾ മനസ്സിന്റെ ബോസ് ആയി തീരുക അല്ലെ. എപ്പോഴും സന്തോഷമായിരിക്കും. എല്ലാ ആഘോഷ ദിവസങ്ങളിലും നമ്മൾ എത്ര ഹാപ്പി ആയിരിക്കുമോ അതുപോലെ ഓരോ ദിവസത്തെയും അടിപൊളിയാക്കുക, സെലിബ്രേറ്റ് ചെയ്യുക. നമ്മളെ നരയിക്കാനും കഷ്ടപ്പെടാനും ഒന്നും അല്ല ഈ ഭൂമിയിൽ വന്നത്, നമ്മുടെ ലൈഫിനെ ഏറ്റവും സൂപ്പറാക്കാൻ, അടിപൊളിയാക്കാൻ ഓരോ ദിവസങ്ങൾ നമുക്ക്. ഞാൻ പറയാറില്ലേ, ഇനി നമുക്ക് എത്ര ദിവസം മുമ്പോട്ടുണ്ടെന്നൊന്നും നമുക്കറിയില്ല, ആർക്കും അറിയില്ല. ആർക്കെങ്കിലും അറിയാം ഇതിലിരിക്കുന്നത്? ആർക്കും അറിയില്ല. നമുക്ക് ഇനി ഇത്ര ദിവസം മുമ്പോട്ടുണ്ട്, നമ്മൾ എത്ര ദിവസം ഈ ഭൂമിയെ കാണും. ഉള്ള ദിവസം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് യമരാജൻ വന്ന് ബാ സുജ പോവാന്ന് പറയുമ്പോ യെസ് ഞാൻ ജീവിച്ചു, ഞാൻ എന്റെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്തു, ജീവിച്ചു, എൻജോയ് ചെയ്തു, സന്തോഷത്തോടു കൂടി പോകാൻ കഴിയണം. അല്ലാതെ ദൈവമേ ഞാൻ ജീവിച്ചില്ല, ഞാൻ ഒന്നും നേടിയില്ല, എനിക്ക് ഇന്ന കാര്യം ഉണ്ടായി, ഇത് ഞാൻ ചെയ്തില്ല, അത് ഞാൻ ചെയ്തു, ഇവിടെ ചെയ്തിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞാൽ നിൽക്കൂ, വെയിറ്റ് ചെയ്ത് നിൽക്കൂ, ഇല്ല. സോ ജസ്റ്റ് ഒരു തമാശക്ക് പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യു ഷുഡ് സെലിബ്രേറ്റ്. നിങ്ങളിൽ പലരും പറയാറുണ്ട് ടീച്ചറിന്റെ വീഡിയോസ് ഒക്കെ, ടീച്ചറിന്റെ ആ ചിരിയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തതെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോ എങ്ങനെയാണ് ഇത്രയും മനോഹരമായി ചിരിക്കാൻ കഴിയുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ ചിരി ആയിരിക്കണം. നമ്മൾ ചുമ്മാ ആൾക്കാരെ കാണാം, ജസ്റ്റ് ഒരു ഷോ ഓഫ് ചിരിയും അത് ഉള്ളിൽ നിന്ന് വരുന്ന ചിരിയും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് സ്മൈൽ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഉള്ളും പുറവും ഒക്കെ ഒന്നായിരിക്കണം. അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറുക, നമ്മുടെ മനസ്സിൽ അത്രയും നന്മ നിറയ്ക്കുക. അപ്പൊ ഇതെല്ലാവർക്കും അടിപൊളി ആയിരിക്കട്ടെ. ഇന്നത്തെ സൺഡേ സൂപ്പർ ആയിരിക്കട്ടെ. എല്ലാവർക്കും ഒരുപാട് എൻജോയ് ചെയ്യാൻ കഴിയട്ടെ. ഇന്നത്തെ സൺഡേയിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടട്ടെ. ഹൈ എനർജിയിൽ ഇരിക്കുക, ഹൈ വൈബ്രേഷനിൽ ഇരിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്, ഇന്ന് രാവിലെ ഞാൻ ആലോചിച്ചു എന്ത് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കും. അപ്പൊ മിക്കവരും പറയുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ മിക്കവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മടി അല്ലെ. മടിയില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലിരിക്കുന്ന ഓരോരുത്തരും പറയും എല്ലാവർക്കും ഉണ്ട് അല്ലെ. പല കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു മടി എന്ന് പറയുന്ന ഒരു കാര്യം കാരണം പലതും മാറ്റിവെച്ച് നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് 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 ലൈഫിൽ എത്രത്തോളം പ്രശ്നങ്ങളാണ് പലരും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് വെക്കുക അല്ലെ. പലരും മടി മൂലം എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ജോബിന് അപ്ലൈ ചെയ്യണം, ഓ മടി വിചാരിച്ച് ചെയ്യാം, ലാസ്റ്റ് ഡേ വരെ നമ്മൾ എന്താ ചെയ്യാം ചെയ്യാം ചെയ്യും, ചിലപ്പോ സമയത്ത് വർദ്ധവും ചെയ്യും, പണി കിട്ടുകയും ചെയ്യും. അങ്ങനെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. പിന്നെ ഒരു ജീവിതകാലം മൊത്തം അന്ന് ഞാനൊന്ന് ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ,
ഇന്ന് ഞാൻ എവിടെ എത്തിയനെ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ പല ഡെഡ് ലൈൻസിനുള്ളിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാതെ പലതരത്തിലുള്ള നഷ്ടങ്ങൾ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല പേഴ്സണൽ ഗോൾസും നേടാതെ പലരും ബുദ്ധിമുട്ടുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ മടിയാണ്. ഈ ഒരു മടിയെ ഒന്ന് മാറ്റി വെച്ച് നമ്മളൊന്ന് ആക്റ്റീവായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര, നമ്മുടെ ആരുടെയും പൊട്ടൻഷ്യൽ ഇതൊന്നുമല്ല അല്ലെ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരുടെയും പൊട്ടൻഷ്യലി നമ്മൾ അതിന്റെ 100% ആരും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. അങ്ങനെ യൂസ് ചെയ്തിട്ട് നമ്മള് ഈ ലെവലിലൊന്നും നിൽക്കാനുള്ള വ്യക്തികൾ അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ മടി പലപ്പോഴും ബന്ധങ്ങളിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എന്റെ 1-to-1 സെഷനിൽ വരുന്ന ചില ലേഡീസ് പറയാറുണ്ട്, മാം ഹസ്ബൻഡ് ആണെങ്കിലും ഇത്രയും മടിയുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു കാര്യം ചെയ്യില്ല, എല്ലാ സാധനങ്ങളും വൈഫ് എടുത്ത് കയ്യിൽ കൊണ്ട് കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥ, എല്ലാം ചെയ്തു കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥ, ഒരു കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല, മടിയില്ല, എല്ലാം ഇങ്ങനെ നീട്ടിവെക്കും. പല തരത്തിലുള്ള മടിയാണ് പലരിലും കാണുന്നത്. ഇത് റിലേഷൻഷിപ്പിനെ തന്നെ ആകെ ബാധിക്കുന്ന രീതിയിലാവും. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ്. നമുക്കറിയാം രാവിലെ എഴുന്നേറ്റ് എല്ലാ ദിവസവും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യണം. ഏതെങ്കിലും ജിമ്മിലൊക്കെ പോയി പലരും ജോയിൻ ചെയ്യും, നല്ല മസിലൊക്കെ വരുത്തണം, നല്ല ഹെൽത്തി ആൻഡ് ഫിറ്റ് ബോഡി ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഓരോരുത്തർ റൊണാൾഡോയെ കാണുമ്പോൾ 40-ാമത്തെ വയസ്സിലും അദ്ദേഹം ഭയങ്കര ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിരിക്കുകയാണ്, എനിക്ക് ഇതുപോലെ ആകണം എന്നൊക്കെ പറഞ്ഞ് ജിമ്മിലൊക്കെ പോയി ജോയിൻ ചെയ്യും. എത്ര ദിവസം പോകും പറയല്ലേ? 4 അല്ലെങ്കിൽ 5 ദിവസം. അത് കഴിയുമ്പോൾ ശങ്കരൻ പിന്നെ തിങ്ങുമ്പേ തന്നെ എന്ന് പറഞ്ഞ അവസ്ഥയിൽ വീണ്ടും അതൊക്കെ ചെയ്യാൻ മടിച്ചിട്ട് ശരീരം വേദന എടുത്തു തുടങ്ങുമ്പോൾ അതൊക്കെ അതങ്ങ് നിർത്തും. മാക്സിമം പേരുടെയും അവസ്ഥ ഇതാണ്. കാര്യം എന്താണ്? അവിടെയൊക്കെ ഈ പറയുന്ന മടിയാണ് വില്ലനായിട്ട് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും? മടി പിടിച്ചിരുന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? ടിവിയുടെ മുമ്പിൽ ഇരുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് ഒക്കെ കുറച്ച് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് പലർക്കും ഈ ഒരു ഒബിസിറ്റി, വണ്ണം കൂടി വരുന്നത്. ഇത് ഫിനാൻഷ്യൽ പ്രോബ്ലംസും ക്രിയേറ്റ് ചെയ്യും കേട്ടോ. മടി മൂലം നീട്ടിവെച്ച് സമയത്ത് പല കാര്യങ്ങൾ, പല ബില്ലുകളും അടയ്ക്കാതെ എനിക്ക് പണ്ടുണ്ടായിട്ടുണ്ട്. പിന്നെ നാളെ അടയ്ക്കാന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ അടയ്ക്കാൻ പറ്റും. ലാസ്റ്റ് അവർ വന്ന് ഫ്യൂസ് ഊരുന്ന അവസ്ഥ വരെ വന്നിട്ട് ഞാൻ സ്കൂളിൽ നിൽക്കുമ്പോൾ വിളിക്കും, ഫ്യൂസ് ഊരാൻ ആള് വന്നിട്ടുണ്ട്, ഇതൊരു ബില്ലടച്ചില്ലേന്ന് ചോദിക്കും. സത്യം പറഞ്ഞാൽ അങ്ങനെ മടി പിടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു സമയങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മള് ആ ഒരു സമയത്ത് അത് പേ ചെയ്യാത്തത് കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, പിന്നീട് അതിന് നമ്മൾ എക്സ്ട്രാ ഫൈൻ അടക്കേണ്ടി വരുന്ന അവസ്ഥ, ഇങ്ങനെ പല പല പ്രശ്നങ്ങളിലേക്ക് പോകും. അതുപോലെ മടിയുള്ളത് കൊണ്ട് ചിലപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ടെസ്റ്റ് ഒക്കെ എഴുതി ഒരു പ്രൊമോഷൻ, നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പ്രൊമോഷൻ ഒക്കെ ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി മടി മൂലം ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ പിന്നെ ഒരു ജോലിക്ക് വേണ്ടി തന്നെ ശ്രമിക്കാതിരിക്കുന്നവർ, ഇതിനേക്കാൾ നല്ല സാലറി പാക്കേജും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന നല്ല ജോലി കിട്ടാനുള്ള കഴിവുണ്ട്. പക്ഷെ പലരും ഇന്ന് ആ ഒരു ചെറിയ ജോലിയിൽ തുടർന്നു പോകുന്നത് ഇതൊക്കെ മതി, ഒക്കെ ഒരു കംഫർട്ട് സോണിലാണ്, വലുതിലേക്ക് അതൊക്കെ അപ്ലൈ ചെയ്യാൻ, പിന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്യാനൊക്കെ മടി പിടിച്ച് അങ്ങനെ മാറ്റി വെക്കുന്നു. ഇപ്പൊ ഇതെന്ന് പറയുന്നത് ഞാൻ മൊത്തത്തിലൊന്ന് പറഞ്ഞത് വെച്ചാൽ എല്ലാ ഏരിയാസിലും നമ്മളിപ്പോ ഹെൽത്ത് ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാ ഏരിയാസിലും നമ്മളെ എഫക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഒരു മടി എന്ന് പറയുന്നത്. അപ്പോൾ സമയത്ത് കാര്യങ്ങൾ ചെയ്യാതെ മാറ്റിവെച്ച് ലൈഫിൽ പല നഷ്ടങ്ങളും വരുത്തി വെച്ചിട്ട് പിന്നീട് ഗിൽറ്റ് വരും, കുറ്റബോധം വരും. അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ, ആ ഒരു ഗിൽറ്റും പേര് ഇന്നും വർഷങ്ങളോളം ആ ഒരു ഗിൽറ്റും പേര്, അല്ലെങ്കിൽ ഒരു ജീവിതകാലം മൊത്തം ആ ഒരു ഗിൽറ്റും പേര് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് മിക്കവർക്കും മടി വരുന്നതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമില്ലാത്തതാണ്. ഫസ്റ്റ് വൺ, സെറ്റ് ക്ലിയർ ഗോൾസ് എന്നുള്ളതാണ്. ഒന്നാമത്തത് സെറ്റ് ക്ലിയർ ഗോൾസ്. കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. ഓരോ മനുഷ്യരും ജീവിക്കുന്നത് വെറുതെ ഇങ്ങനെ അങ്ങ് ജീവിച്ച് പോവുക എന്നുള്ളതല്ല. നമുക്ക് കൃത്യമായ ലക്ഷ്യം ഉണ്ടാകണം. നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു, ഇനി എനിക്ക് എവിടേക്കാണ് പോകേണ്ടത്, എനിക്ക് എന്തൊക്കെയാണ് നേടേണ്ടത്. ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ രാവിലെ എഴുന്നേക്കുന്നു, എങ്ങനെയൊക്കെയോ പകൽ സമയം ചെലവാക്കുന്നു, വൈകുന്നേരം വാങ്ങുന്നു, ഇങ്ങനെ പോകുന്നു. അതല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. ജീവിതത്തിൽ പലരും ഈ പറയുന്ന ചിലർ പറയില്ലേ, ആർക്കോ വേണ്ടി അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു ലക്ഷ്യവും ഇല്ലാതെ, ഒരു എത്തും പിടിയും ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര്. നിങ്ങൾ സ്വന്തമായിട്ട് കൃത്യമായിട്ട് തീരുമാനിക്കുക, എനിക്ക് എന്താണ് വേണ്ടത്, എന്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് അടുത്ത ഒരു 5 വർഷം കൊണ്ട് നേടേണ്ടത് എന്തൊക്കെയാണ്, അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ ആയിരിക്കണം, അതിനുവേണ്ടി കൃത്യമായിട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി വർക്ക് ചെയ്യണം. ഓരോ ദിവസവും നമുക്ക് ചെയ്യാനുള്ള കൃത്യമായിട്ട് എഴുതി വെച്ച് അതിനെ മുന്നോട്ട് പോകണം. ആ ലക്ഷ്യങ്ങളുള്ളവർക്കുണ്ടല്ലോ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ, ബേണിംഗ് ഡിസയർ ഉള്ളവർക്ക് മടി പിടിച്ചിരിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു ഇച്ചിരി മടിയൊക്കെ വരും, ദാറ്റ്സ് ഒക്കെ നോർമൽ, അതൊക്കെ നോർമൽ. അല്ലാതെ ചിലർക്കാണെങ്കിൽ
എന്തിനും ഏതിനും മടിപിടിച്ച് ഒന്നും ചെയ്യാതെ പോകുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ ഒരു ബേണിംഗ് ഡിസയർ, ജീവിതത്തിൽ വിജയിക്കണം, എനിക്കിങ്ങനെ ഒരു പരാജിതനെ പോലെ ജീവിച്ചു മടുത്തു, എനിക്കിങ്ങനെ പോയാ പോരാ, എനിക്കിതിന്റെ അപ്പുറത്തേക്കൊക്കെ നേടണം, എന്റെ സ്കില്ലും പൊട്ടൻഷ്യലും ഒന്നും ഇതൊന്നും അല്ല, എനിക്കത് നേടണം എന്നുള്ള ആ ഒരു അതിയായ ആഗ്രഹം ഉണ്ടല്ലോ, ബേണിംഗ് ഡിസയർ. എന്റെ ലൈഫിലെ ചില സിറ്റുവേഷൻസിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പിന്നെ ഒരുപാട് PSC പരീക്ഷകൾ എഴുതി നോക്കി, എല്ലാം കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ട് ലാസ്റ്റ് ആയപ്പോൾ ഞാൻ അങ്ങ് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഒരു സമയത്ത്. എനിക്ക് ഇതൊന്നും അല്ല, ഇതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് എന്തൊക്കെയോ ചെയ്യണം, എന്തൊക്കെയോ ആകണം, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം, എന്റെ ആ ഒരു അടങ്ങാത്ത ആഗ്രഹം അതാണ് ഇന്ന് ഇവിടെ കൊണ്ടെത്തിച്ചത്, ഈ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ലക്ഷ്യം ഉണ്ടാകണം, ആ ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടാകണം, അത് നേടണം, അതിനുവേണ്ടി ഓരോ ദിവസവും കൃത്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് 5 വർഷം കഴിഞ്ഞ് ഒരു ലെവലിൽ എത്തണമെങ്കിൽ ഓരോ ദിവസവും അതിനുവേണ്ടി വർക്ക് ചെയ്യാതെ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റില്ല. വെറുതെ സ്വപ്നങ്ങൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനുവേണ്ടി നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ ഡേ ബൈ ഡേ നിങ്ങൾ എന്ത് ചെയ്യണം, ഗോള് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് അവയൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്ത് കൃത്യമായിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ക്രിയേറ്റ് എ ടു ഡു ലിസ്റ്റ്. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണം. അതായത് ഡെയിലി ടാസ്ക് ലിസ്റ്റ് ചെയ്തു വെക്കുക. ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. ഇത് നമുക്കൊരു ഓർഗനൈസ്ഡ് ഫീലിംഗ് തരും. നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം എനിക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യാനുണ്ട്. പലർക്കും രാവിലെ എഴുന്നേറ്റിട്ട് പല പല ആവശ്യമില്ലാത്ത നെഗറ്റീവ് കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് പലതും മറന്നു പോകും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ഒരു സമയത്തുമ്പോഴും അയ്യോ ഞാൻ ഈ കാര്യം ചെയ്തില്ലല്ലോ, ഇനിയുള്ള സമയം കൊണ്ട് ഈ കാര്യം ചെയ്ത് തീർക്കാനും പറ്റില്ല, പിന്നെ ആകെ ടെൻഷൻ ആവും, സ്ട്രെസ് ആവും, ക്യാൻസൽ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്കും പോകും. ഇപ്പൊ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യങ്ങളും വർക്കിംഗ് ഓഫീസിലെ കാര്യങ്ങളും എല്ലാം കൂടെ, അപ്പൊ ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് ആ ഒരു എന്താ പറയാ ആകെ ഒരു സ്ട്രെസ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഓരോ ടാസ്കും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, ക്രിയേറ്റ് ടു ഡു ലിസ്റ്റ്. പ്രോപ്പർ ടു ഡു ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ച് ഓരോന്നും ചെയ്തു പോയി അതങ്ങനെ ഓരോന്ന് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. മൂന്നാമത്തത്, ബ്രേക്ക് ടാസ്ക് ഇൻറ്റു സ്മോളർ സ്റ്റെപ്സ് എന്നുള്ളതാണ്. വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതിനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മുറിച്ച് ചെറിയ ചെറിയ പീസാക്കി വലിയ ടാസ്കുകൾ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിനൊരു ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാം. അപ്പോഴെന്താണ്, ഈ വലിയ ടാസ്ക് ഇത്രയും ചെയ്യണമെന്നില്ല, അതിന് ഓരോ ദിവസം കുറേശ്ശെ അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അതൊക്കെ ചെയ്തു തീർക്കാനായിട്ട് കഴിയും. വലിയ ടാസ്കുകളെ ചെറിയ സ്മോൾ സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞ വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം വീട് ഫുള്ള് ഡീക്ലട്ടർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക് ആണ്. അപ്പൊ ഒരു ദിവസം മൊത്തം ഞായറാഴ്ച മൊത്തം ഡീക്ലട്ടർ നിന്നാൽ ആകെ ബുദ്ധിമുട്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഓരോ ദിവസം ഓരോ റൂം വെച്ച് ചെയ്യാം. ഇനി ഓഫീസിൽ എന്തെങ്കിലും വലിയ ടാസ്കുകൾ ചെയ്തു തീർക്കാൻ ഒരാഴ്ചയുണ്ട്, അപ്പൊ ഓരോ ദിവസം കുറേശ്ശെയായിട്ട് അതിനെ ചെയ്തു തീർക്കാൻ, അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ കുഞ്ഞു കുഞ്ഞു ഓരോ ടാസ്കുകൾ അച്ചീവ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. ഇനിയും നാലാമത്തെന്ന് പറഞ്ഞാൽ ഓപ്റ്റിമിസ്റ്റിക് നേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നല്ലൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കും. പലർക്കും ആ ഒരു ശുഭാപ്തി വിശ്വാസം ഒന്നുമില്ല. പലരും ഇങ്ങനെ കരഞ്ഞ് വേദനിച്ച് വിഷമിച്ച് നടക്കുന്നത് കാണാം. എന്റെ ലൈഫിൽ ഞാൻ ഒന്നും നേടിയില്ല, എനിക്കൊന്നും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല, എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രം എന്താണ് മുന്നോട്ട് പോകാൻ പറ്റാത്ത, അവനവനെ കുറ്റപ്പെടുത്തിയും പ്രപഞ്ച ശക്തിയെ കുറ്റപ്പെടുത്തിയും ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ ജീവിക്കുക, പ്രപഞ്ച ശക്തിയെ മുറുകെ പിടിക്കുക. നമ്മുടെ യൂണിവേഴ്സ് നമ്മളോടൊപ്പം ഉണ്ട്, നമ്മളെ ഓരോ നിമിഷവും ഗൈഡ് ചെയ്ത് മുന്നോട്ട് നയിക്കാനായിട്ട് പ്രപഞ്ചശക്തി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ട്രസ്റ്റ് ഇൻ ഗോഡ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഇൻ യൂണിവേഴ്സ്, പ്രപഞ്ച ശക്തിയിൽ അടി ഉറച്ച് വിശ്വസിച്ചിട്ട് എനിക്ക് എല്ലാം നല്ലതേ വരും, ഇനി എനിക്ക് അങ്ങോട്ട് വരാൻ പോകുന്ന ഓരോ ദിവസങ്ങളും എനിക്ക് നല്ല ദിവസങ്ങളാണ്. നിങ്ങൾ നോക്കുമ്പോൾ ടീച്ചർ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് തുള്ളിക്കളിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് നടക്കുന്ന കാണും, പലരും പറയും, കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്താണ്, ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് നേച്ചർ ഉള്ളതുകൊണ്ടാണ്. എനിക്കറിയാം എനിക്ക് ഇനി മുമ്പോട്ട് തന്നെ ബ്രൈറ്റ് ഫ്യൂച്ചറാണ് കിടക്കുന്നത്, അതിന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടതെന്തോ നമ്മൾ പറയണം, അല്ലാതെ ഇനി അടുത്ത എന്റെ ദിവസങ്ങൾ എന്താവും, എനിക്ക് ഇങ്ങനെ നത്തിങ്. നമുക്ക് തോറ്റുകൊടുക്കാൻ ഒരു മനസ്സില്ലാത്തിടത്തോളം കാലം ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തോൽക്കണമെങ്കിൽ ആര് വിചാരിക്കണം, നമ്മൾ ഒരാൾ വിചാരിച്ചെങ്കിലേ നമുക്ക് തോൽക്കാൻ പറ്റൂ. തോൽക്കാൻ എനിക്ക് മനസ്സില്ല, എനിക്ക് വിജയിക്കണം, എനിക്ക് മുന്നോട്ട് പോകണം, എന്റെ അവസാന ശ്വാസം വരെയും ഞാൻ എന്റെ സക്സസിന് വേണ്ടി വർക്ക് ചെയ്യുമെന്നുള്ള ആ ബേണിംഗ് ഡിസയർ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആർക്കാണ് നമ്മളെ തോൽപ്പിക്കാൻ പറ്റുക?
സാഹചര്യങ്ങൾ വരും, സിറ്റുവേഷൻസ് വരും, എല്ലാം നമുക്ക് അനുകൂലമായിരിക്കില്ല. പലതും നമുക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ വരും. ആ അനുകൂലമല്ലാത്ത രീതിയിൽ വരുമ്പോ അയ്യോ പത്തെന്ന് പറഞ്ഞിട്ട് കരയല്ല ചെയ്യേണ്ടത്, ചാടി എഴുന്നേക്കണം. ജീവിതത്തിൽ അങ്ങേ അറ്റത്തെ പ്രശ്നങ്ങളുടെ ഏറ്റവും പടുകുഴിയിൽ നിന്ന ഒരാളാ. അവിടെ നിന്ന് ഞാൻ തീരുമാനിച്ചു, ഈ സിറ്റുവേഷനിൽ എനിക്ക് രണ്ട് രീതിയിൽ മുമ്പോട്ട് പോവാം. എല്ലാം നശിച്ചു എന്ന് കരുതി ഇങ്ങനെ അങ്ങ് ഒരു പരാജിതയെ പോലെ ഇങ്ങനെ ജീവിച്ചു പോണോ, അതോ എനിക്ക് ഇതിൽ നിന്നൊക്കെ ഉയർന്നു വന്ന് ഒരുപാട് പേർക്ക് മാതൃകയായി ജീവിക്കണോ? ഞാൻ ആ സമയം ചിന്തിച്ചതാണ്. അപ്പോ എന്റെ മനസ്സ് പറഞ്ഞു, അങ്ങനെ അങ്ങനെ തോറ്റു പരാജിതയെ പോലെ പോകാൻ എനിക്ക് പറ്റില്ല. എനിക്കത് പറ്റില്ല. കാര്യം ഓരോരുത്തർക്കും ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്, എല്ലാവരുടെയും അവസ്ഥ അതുപോലെയാണ്. എല്ലാവരും പല സിറ്റുവേഷനും വരുമ്പോ ഗിവ് അപ്പ് ചെയ്യും, നമ്മളെ കൊണ്ട് പറ്റൂല. അതൊന്നും അല്ല. എല്ലാവർക്കും അപാരമായിട്ടുള്ള കഴിവുണ്ട്, എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ഓരോ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴാണ് ആ ചാരത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരണം എന്നുള്ള ആ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം വരുന്നത്. തോറ്റു കൊടുക്കില്ല, ഒരു സാഹചര്യങ്ങൾക്ക് മുന്നിലും ഒന്നിനു മുന്നിലും തോറ്റു കൊടുക്കില്ല. എനിക്ക് മുന്നോട്ട് പോകണം, വച്ച കാല് മുന്നോട്ട് തിരിഞ്ഞു നോക്കില്ല, അത്രയും ശക്തമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം, ആ ഒരു ഇച്ഛ മനസ്സിൽ, ആ ഒരു ബേണിംഗ് ഡിസയറിനെ നിങ്ങൾ ഇങ്ങനെ എരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും സൺഡേസിൽ വന്ന് ഇന്ന് എനിക്ക് ഒരു ഫംഗ്ഷന് പോകണം, ഫാമിലിയിലുള്ള എല്ലാവരും പോയി, എന്നിട്ടും ഞാൻ വന്നിട്ട് ഈ ഒരു ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പറയാറുണ്ട്, ടീച്ചർ പറയുന്ന ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും പല കാര്യങ്ങളിലും തളർന്നിരിക്കുകയായിരിക്കും, വിഷമിച്ചിരിക്കുകയായിരിക്കും. ചിലര് ടീച്ചറിന്റെ വീഡിയോയ്ക്ക് താഴെയൊക്കെ എഴുന്നൊരു കമന്റ്സ് ഉണ്ട്, സുജാർ മോഹൻ വളർത്തിയെടുക്കുന്ന പുലിക്കുട്ടികളാണ് ടീച്ചറെ ഞങ്ങള്. ടീച്ചറ് സത്യം പറഞ്ഞാൽ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാര്യം ഒരു സമയത്തും ജീവിതത്തിൽ മൊത്തം തകർന്ന് ഇനി ലൈഫ് മുമ്പോട്ടില്ല, കട്ടിൽ തളർന്നു കിടക്കുക, ജീവിതമില്ലെന്ന് ചിന്തിച്ചെടുത്തുനിന്ന് എഴുന്നേറ്റ് വന്ന് ഇന്ന് ഒരുപാട് പേർക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് അവർക്ക് ആ ശക്തി കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യം. അതും ചെയ്ത് കാണിച്ചിട്ട്, വെറുതെ നമുക്ക് വാക്കുകൊണ്ട് ആർക്കും വളവള അടിക്കുക അല്ലെ, നിങ്ങൾ ഇത് ചെയ്യൂ അത് ചെയ്യൂ, കുറെ പുസ്തകങ്ങൾ വായിച്ച് അറിവ് നേടിയിട്ട് ഇങ്ങനെ ആ അറിവുകൾ ഇങ്ങനെ വിളിച്ചു പറയും. അതിനപ്പുറത്തേക്ക് ചെയ്ത് കാണിച്ചിട്ട് നോക്ക്, എനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുമെന്ന് അവരെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കും അതൊരു വിശ്വാസമാണ്. അത് ടീച്ചറിന് പറ്റിയെങ്കിൽ നമുക്കും പറ്റുമെന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരും. അപ്പോ എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഒരാളുടെ പോലെ അല്ല മറ്റൊരാളുടെ സിറ്റുവേഷൻ. എല്ലാവർക്കും വ്യത്യസ്ത തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ഏത് സാഹചര്യത്തിലും നമുക്ക് ഉയർന്നു വരാൻ പറ്റും. നമുക്ക് നമ്മുടെ ഡ്രീം ലൈഫിലേക്ക് എത്താൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് നേടാൻ പറ്റും. പിന്നെ എന്തിനാ കരയുന്നത്, പിന്നെ എന്തിനാ വിഷമിക്കുന്നത്, എന്തിനാ വേദനിച്ച് നിൽക്കുന്നത്? അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. തീരുമാനമെടുക്കുക. ലൈഫിലെ നമ്മളെടുക്കുന്ന ഓരോ ഡിസിഷൻസ് ആണ് നമ്മളെ ജീവിതത്തിൽ വിജയിയാക്കുന്നതും പരാജിതനാക്കുന്നതും. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക, ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന, ഇനി എത്രയൊക്കെ നേട്ടങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും ഇതൊക്കെയാണോ എന്റെ പൊട്ടൻഷ്യൽ? അല്ല, എനിക്ക് ഇതിനുമൊക്കെ അപ്പുറത്തേക്ക് പോകാൻ പറ്റും. ഞാൻ എന്നോട് ചോദിച്ചാൽ ഇതുമല്ല എന്റെ പൊട്ടൻഷ്യൽ, ഇതൊന്നുമല്ല, ഇതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്കും പോകാൻ പറ്റും അല്ലെ, എല്ലാവർക്കും പോകാൻ പറ്റും. പക്ഷെ പലപ്പോഴും മടി വിചാരിച്ച് അല്ലെങ്കിൽ നീട്ടി വെച്ച് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് നാളെ പിന്നെ മറ്റന്നാ, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ വരും, ചിലപ്പോൾ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾ ഒരിക്കലും ടീച്ചർ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കും, ടീച്ചറിന്റെ ലൈഫിൽ എല്ലാം സിറ്റുവേഷൻസും പെർഫെക്റ്റ് ആയിരിക്കും. നോ, അവിടെ ഒരുപാട് തടസ്സങ്ങൾ വരും. ആ തടസ്സങ്ങൾക്ക് മുമ്പിൽ ചില സമയത്ത് നമ്മൾ ആകെ പെട്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തും. അപ്പോഴൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യുക, ഈ ഒരു സിറ്റുവേഷന് മുന്നിൽ തളർന്നു പോകേണ്ട ഒരു വ്യക്തിയല്ല. എന്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നെ റിമൈൻഡ് ചെയ്യും, ചില സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന ഇങ്ങനെ നമ്മൾ ഇതാവുമ്പോൾ എന്റെ അടുത്ത് പറയും, ആയിരക്കണക്കിന് പേർക്ക് അത്താണിയാണ് നീ, അത് ആ സിറ്റുവേഷൻ ഒക്കെ വിട്ട് കളഞ്ഞിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നത് എനിക്ക് ഒരു ധൈര്യം തരാറുണ്ട്. കാര്യം അതുപോലെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം, മാങ്ങയുള്ള മാവിലെ കല്ലെറിയുമെന്ന് പറഞ്ഞ പോലെ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും സാഹചര്യങ്ങളുണ്ട്. തളരാനാണെങ്കിലും വിഷമിക്കാനാണെങ്കിലും ഒക്കെ എല്ലാവർക്കും സാഹചര്യങ്ങൾ വരും. പ്രത്യേകിച്ച് നമ്മൾ ഓരോ ദിവസം കഴിയുന്നതോറും സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ലോകം മുഴുവൻ വാവ് എന്ന് പറഞ്ഞ് കൈയടിക്കുക അല്ല ചെയ്ത് എറിയും. നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള മോദിജി പറയുന്ന ഒരു സെന്റൻസ് അപ്പൊ എനിക്ക് ഓർമ്മ വരും. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയട്ടെ, അദ്ദേഹം പ്രൈം മിനിസ്റ്റർ എന്നുള്ള രീതിയിലുള്ള റെസ്പെക്ട് കൊണ്ട് പറയാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, ആളുകൾ എനിക്ക് നേരെ എറിയുന്ന ഓരോ കല്ലുകളും ഞാൻ പെറുക്കിയെടുത്ത് എന്റെ വിജയ സോപാനം ഞാൻ തീർക്കും. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, മറ്റുള്ളവർ നിങ്ങളെ കല്ലെറിയുന്നുണ്ടാവാം, ക്രൂശിക്കുന്നുണ്ടാവും, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. യേശുദേവൻ അദ്ദേഹത്തെ ക്രൂശിക്കുമ്പോഴും അദ്ദേഹം ഉറക്ക വിളിച്ചു പറഞ്ഞത് എന്താ? ദൈവമേ, ഇവർ ചെയ്യുന്ന പാപം എന്തെന്ന് ഇവരറിയുന്നില്ല, ദൈവമേ ഇവരോട് പൊറുക്കണമേ. ആ വലിയ മനസ്സൊന്ന് ആലോചിച്ച് നോക്കി. അവിടെയും തന്നെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ വലിയ മനസ്സ്. ഇതുപോലെ ആയി തീരണം നമ്മൾ ഓരോരുത്തരും. നമ്മളെ ആൾക്കാർ കളിയാക്കി, എന്റെ ജീവിതത്തിലൊക്കെ എന്നെ മുമ്പോട്ട് ഇനി
ഇല്ല, തീർന്നു കളയാമെന്ന് കരുതി ലൈഫിലൊക്കെ അത്രയും തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള ആളുകളുണ്ട്. ഞാനിന്ന് ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത് ആ വ്യക്തികളോടാണ്. അവര് തന്ന അനുഭവങ്ങൾ ഒരുപാട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് പുച്ഛിച്ചിട്ടുണ്ട്. ഒക്കെയും നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. ഈ സിറ്റുവേഷൻസ് ഒന്നും വന്നില്ല, എല്ലാരും ഭയങ്കര സ്നേഹം തന്നു, പാമ്പർ ചെയ്ത് നമ്മളെ ഇങ്ങനെ വളർത്തിയ നമ്മൾ ഒരിക്കലും വളരില്ല. വളരണമെന്ന് ആ ഒരു ബേണിംഗ് ഡിസയർ നമ്മുടെ ഉള്ളിൽ വരില്ല. അപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾ തീരുമാനിക്കുക, ഈ സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് അനുകൂലമല്ലാത്ത പല സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ട്. ഈ സിറ്റുവേഷൻ ഒക്കെയും എനിക്ക് എന്തെങ്കിലും ഒക്കെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു തരാൻ എന്റെ ലൈഫിൽ വരുന്നത്. സാരമില്ല, ഈ സിറ്റുവേഷനൊക്കെ ഞാൻ മറികടക്കും. ചിലർ ഒരു നിസ്സാര കാര്യത്തിന് പോലും ജീവിതമേ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ. ഇന്ന് രാവിലെ ഞാൻ അങ്ങനെ ഒരു വാർത്ത കേട്ടു. അപ്പൊ എനിക്ക് തോന്നി, ഈ ലൈഫിൽ വരുന്ന ഒരു ചെറിയ കാര്യത്തിന്റെ പേരിൽ ജീവിതം ഉപേക്ഷിച്ച് മതിയാക്കി പോകാമെന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട്. ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയാം, നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കോ നിങ്ങൾക്ക് പരിചയപ്പെട്ടവർക്ക് അറിയാവുന്നവർക്കും ഒക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ജീവിതത്തിൽ ഒരുപാട് പേര് ജീവിതം മടുത്തു മതിയാക്കി എന്ന് പറഞ്ഞു പോകുന്നു. അവർക്കൊന്നും അറിയില്ല ലൈഫിലെ ഈ അനന്ത സാധ്യതകളെ കുറിച്ച്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരുവന് സ്വപ്നം കണ്ടാൽ അവൻ ആഗ്രഹിക്കുന്ന നിലയിൽ എത്താൻ കഴിയുമെങ്കിൽ ലൈഫിലെ ചെറിയ 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 ഹഡിൽസിന് മുന്നിൽ ഒരു പരാജയനെ പോലെ തോറ്റ് എന്തിന് ഈ ലൈഫ് ഉപേക്ഷിച്ച് പോകണം? എത്രയോ പേര് ടീച്ചറെ ഇനി ജീവിതത്തിൽ മുമ്പോട്ടില്ലാന്ന് തീരുമാനിച്ച് ലാസ്റ്റ് ടീച്ചറിനോടുകൂടി സംസാരിച്ച ഒരു ഡിസിഷൻ എടുക്കാന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ 1-to-1 സെഷനിൽ വരുന്നവരുണ്ട്. എന്നോട് സംസാരിച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അവര് പറയും, അവർക്കൊരു സെക്കൻഡ് ലൈഫാ കിട്ടുന്നത്. അവർക്ക് അത്രയും പ്രതീക്ഷ അറ്റിരുന്നിടത്തുനിന്ന് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു വെളിച്ചമാണ്. അങ്ങനെ എത്രയോ പേര് ആ ഒരു മരണത്തിന്റെ വക്കിൽ നിന്നും അതിന് വേണ്ട എനിക്ക് ജീവിക്കണം എന്ന് പറയുന്നത് അവിടുന്ന് ആ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഏറ്റവും അടിപൊളിയായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോ ഒരുപാട് പേർക്ക് നമ്മൾ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് അവർക്ക് അറിയില്ല ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, ജീവിതത്തിൽ നേടാൻ പറ്റും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അപാരമായിട്ടുള്ള ശക്തിയുണ്ട്. ആ ശക്തി ഉപയോഗിച്ച് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടാമെന്നുള്ള കാര്യങ്ങൾ പലർക്കും അറിയില്ല. അവരിലേക്കൊക്കെ നമ്മൾ ഈ അറിവുകൾ എത്തിച്ചു കൊടുക്കണം. ഒരുപാട് പേര് അറിയട്ടെ. ഞാൻ ഫ്രീ ആയിട്ട് പോലും ക്ലാസ്സുകൾ വന്നിരുന്ന എല്ലാ സൺഡേസിലും ഞാൻ എടുത്തു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേരുടെ ലൈഫിൽ എനിക്ക് മാറ്റം വരുത്താൻ പറ്റും അത്രയും പേരുടെ ലൈഫിൽ മാറ്റം വരുത്തുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതുക്കും മേലെ അല്ല ഒരു സന്തോഷം, അത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എന്റെ ലൈഫ് പർപ്പസ് കൂടിയാണ് എന്റെ മുന്നിൽ വരുന്ന ഓരോരുത്തരുടെയും വീടുകൾ സ്വർഗങ്ങളാക്കി മാറ്റുക. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി അൾട്രാ നെഗറ്റീവ് ആയിരുന്ന സമയത്ത് എനിക്ക് ചുറ്റുമുള്ള ലോകം മൊത്തം നെഗറ്റീവ് ആയിരുന്നു. ഞാൻ പോസിറ്റീവായി കഴിഞ്ഞു പോയി. എത്ര പേര് എന്നിലൂടെ ആ ഒരു സന്തോഷം സന്തോഷത്തിലെത്തി. ഞാൻ പോസിറ്റീവായി മാറിയപ്പോ എന്റെ വീട് സ്വർഗമായി മാറി. ഇതുപോലെ എത്രയോ പേരുടെ ഭവനങ്ങൾ സ്വർഗമായി മാറി. അവരൊക്കെ ഇന്ന് പറയും, ആനന്ദ കണ്ണുനീരടിഞ്ഞുകൊണ്ട് പറയും, ടീച്ചറെ എന്റെ വീട് ഇന്നൊരു സ്വർഗമാണ് ടീച്ചറെ. നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ച ഒറ്റ ഒരു വീക്ക് ആയതേ ഉള്ളൂ. എത്ര പേരാണ് അവരുടെ ആനന്ദ കണ്ണുനീരണിഞ്ഞുകൊണ്ട് ഒറ്റ വീക്ക് കൊണ്ട് അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ആയ കഥകൾ ഓരോരുത്തരും പറഞ്ഞു. ഹെൽത്ത് ബ്ലസ്സിംഗ്, ഇന്നലെ ഗോൾഡ് ക്ലാസ്സിൽ പങ്കെടുത്തൊരു സ്റ്റുഡന്റ് പറഞ്ഞു, കുറെ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഹെൽത്ത് ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു. ടീച്ചറിന്റെ ആ ഒരു സ്പെഷ്യൽ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറി. ഇതുപോലെ ജീവിതത്തിൽ മാജിക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്ര വലിയ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിലൂടെ കടന്നു പോവാണ്, അല്ലെങ്കിൽ ഹെൽത്ത് ബ്ലെസ്സിങ്ങിലൂടെ കടന്നു പോവാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാണ്. നമ്മുടെ തോട്ട് പ്രോസസ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ വേറൊരു ലെവലിലേക്ക് ആക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരോടും, എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോ അതിന് മുന്നിൽ തളരാതെ ആ സമയത്ത് ഒന്ന് റിയലൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരാൻ പറ്റും. ഇതൊന്നും എൻഡ് ഓഫ് ദ ലൈഫ് അല്ല. ഈ പ്രശ്നങ്ങൾക്കൊന്നും, ആ പ്രശ്നങ്ങൾക്ക് മുകളിൽ വളരുക. പ്രശ്നങ്ങൾ വരണം ലൈഫിൽ, എല്ലാവർക്കും ഇങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് ലൈഫിലെല്ലാം ഒരു ലൈഫ് എന്ന് പറയുന്നത് റെഡ് റോസസ് വിരിച്ചിട്ട് ബെഡൊന്നും അല്ല. എല്ലാവർക്കും ഉണ്ട് സ്ട്രഗിൾസും ഹഡിൽസും ഒക്കെ. എല്ലാവർക്കും ഉണ്ട്. ഭൂമിയിൽ ആർക്കാണ് അതൊന്നും ഇല്ലാത്ത? എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടല്ല എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. സിറ്റുവേഷൻസ് ഒക്കെ വരും. ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സിൽ നിന്നായിരിക്കും, ചിലപ്പോൾ ചുറ്റും നിൽക്കുന്നവരിൽ നിന്നായിരിക്കും. ഏറ്റവും വിശ്വസ്തരെന്ന് പറഞ്ഞ് ചങ്കായിട്ട് നിൽക്കുന്നവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ നല്ല ഒറ്റയടിക്ക് ചതിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ലൈഫിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരിക്കുന്നവരായിരിക്കും ഒരു സെക്കൻഡിൽ വിട്ടിറങ്ങി പോകുന്നത്. അവിടെയൊക്കെ നമുക്ക് പലപ്പോഴും തോന്നുമോ, മടുത്തുവോ, ഇവരില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഇവരായിരുന്നു എല്ലാം എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടാവും.
പക്ഷെ അവിടെയൊക്കെ കരഞ്ഞിരിക്കുമ്പോ നമ്മൾ ആലോചിക്കുക ഇതൊന്നുമല്ല, ഇതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് പോകാൻ പറ്റും. ആരുടെ ഹെൽപ്പ് ഇല്ലെങ്കിൽ പോലും, ആരൊക്കെ തള്ളി പറഞ്ഞാലും, ആരൊക്കെ എത്ര അവോയ്ഡ് ചെയ്താലും, ആരൊക്കെ എത്ര കഴിവുകെട്ടവൾ എന്ന് മുദ്ര കുത്തിയാൽ പോലും അവിടുന്നൊക്കെ നമുക്ക് ഉയർന്ന് മുന്നോട്ട് വരാൻ പറ്റും. അതിനെന്ത് വേണം? ആ ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് നമ്മളിൽ വിശ്വസിക്കുക. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. എനിക്ക് അതിനുള്ള അപാരമായിട്ടുള്ള കഴിവുണ്ട്, എനിക്ക് അതിനുള്ള ശക്തിയുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആളുകൾ കല്ലെറിയട്ടെ, ആളുകൾ പറയട്ടെ, ആളുകൾ എന്നെ പറ്റി പലതും തിരിഞ്ഞു നിന്ന് പറയട്ടെ, പലതും പറയും. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ മുമ്പിൽ ഈ ചിരിച്ചു നിൽക്കുന്ന ആൾക്കാര് ആ ഒരു ആത്മാർത്ഥതയൊന്നും 100% ഉള്ളിൽ കാണില്ല. നമ്മുടെ സക്സസ് കാണുമ്പോൾ സന്തോഷിക്കാനോ അതിൽ നല്ലത് വിചാരിക്കാനോ ഒന്നും എല്ലാവർക്കും ഒന്നും പറ്റില്ല. അത് അവരുടെ പ്രശ്നമാണ്. അതൊന്നും നമ്മൾ കണ്ടിട്ട് ആ പ്രശ്നങ്ങളിലേക്ക് നോക്കി ഇവരൊക്കെ ഇങ്ങനെയാണല്ലോ എന്ന് ഓർത്ത് നമ്മൾ വേദനിച്ചിട്ടോ വിഷമിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ വെച്ച കാല് മുന്നോട്ട് പോയി നമ്മൾ വിജയിക്കണം, ഏറ്റവും മുകളിൽ എത്തണം. എവിടം വരെ നമുക്ക് എത്താൻ പറ്റൂ എത്തണം. അതിന് ഈ ഒരു ശുഭാപ്തി വിശ്വാസത്തെ മുറുകെ പിടിക്കാം. നമുക്ക് ആരില്ലെങ്കിലും, ചിലർക്ക് ഭയങ്കരമായിട്ട് ലൈഫിൽ ലോൺലിനെസ് അനുഭവപ്പെടുന്നവരുണ്ടാവും. ഞാൻ ഒറ്റപ്പെട്ടു പോയി, എല്ലാവരും ഉണ്ട്, പക്ഷെ അവിടെയൊക്കെ ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നെ ആരും ഒന്ന് സഹായിക്കാനില്ല, എന്നെ ആരും ഒന്ന് കേൾക്കാനില്ല, ഇങ്ങനെ ഒരു ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിലൊക്കെ പെട്ട് എന്നെ ആരും ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ, എന്നെ ആരും ഒന്ന് പിന്നെ അറിയാൻ ശ്രമിക്കുന്നില്ലല്ലോ. എന്റെ ലൈഫിലും ഇതുപോലെ സിറ്റുവേഷൻ ഉണ്ടാകും. ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ എല്ലാവരും ഉണ്ടായിട്ടും എനിക്കൊന്ന് എന്റെ മനസ്സിനെ ഒന്ന് മനസ്സിലാക്കാനോ എന്നെ ഒന്ന് കേൾക്കാനോ പോലും ആരുമില്ലല്ലോ, ഒരാളുടെയും ഒരു തണലില്ലല്ലോ എന്ന് പറഞ്ഞ് അലറി കരഞ്ഞിട്ടുള്ള അവസരങ്ങൾ എന്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ ആരും നമ്മളെ തേടി വരില്ല. നമ്മൾ ആ കണ്ണീരും കരച്ചിലും ഒക്കെ നിർത്തിയിട്ട് നമ്മൾ ആ ശുഭാപ്തി വിശ്വാസത്തിലേക്ക് വരിക. നമ്മളെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം എന്നല്ല, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആകുന്ന രീതിയിൽ എനിക്ക് എങ്ങനെ എന്നെ വളർത്താം. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഉയർന്ന് എന്റെ ലൈഫിലെ എല്ലാ സിറ്റുവേഷൻസിനോടും മല്ലടിച്ച് ഉയർന്ന് ഏറ്റവും സക്സസിൽ എത്തി കഴിയുമ്പോ എനിക്ക് എത്ര പേർക്ക് ജീവിതത്തിൽ അത്താണിയാകാൻ കഴിയും. അതുപോലെ വീക്കായിട്ട് കരഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് എന്റെ ഒരു വാക്കിലൂടെ അല്ലെങ്കിൽ എന്റെ ഒരു ക്ലാസ്സിലൂടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഇന്ന് ലൈഫിൽ എത്ര പേര് അവരുടെ സ്വപ്നങ്ങൾ നേടിക്കഴിഞ്ഞു, നേടിക്കൊണ്ടിരിക്കുന്നു. അപ്പോ അതുപോലെ ആർക്കും നമുക്ക് നമ്മളുടെ ലൈഫിൽ ആ മാറ്റം കൊണ്ടുവന്നിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ കുറെ ആദർശങ്ങൾ പറഞ്ഞിട്ടോ നമ്മുടെ ലൈഫിലെ നമ്മൾ ഇതൊന്നും അപ്ലൈ ചെയ്യാതെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടോ കാര്യമില്ല. നമ്മൾ എപ്പോഴും നമ്മളിൽ തന്നെ വിശ്വസിക്കുക, നമ്മുടെ മനസ്സിന്റെ ശക്തിയിൽ വിശ്വസിക്കുക. തോറ്റെടുത്തുനിന്ന് ചാടി എഴുന്നേറ്റ് എനിക്ക് തോൽക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴും ഇനിയും മുന്നോട്ട് പോകുമ്പോൾ സിറ്റുവേഷൻസ് വരും, സിറ്റുവേഷൻസ് വളരെ മോശം സിറ്റുവേഷൻസ് ഒക്കെ വരും. എന്ത് സിറ്റുവേഷൻ വന്നാലും അവിടെ തളർന്നു കിടക്കാതെ അപ്പോഴോർക്കണം ഈ വാക്കുകൾ. എനിക്ക് മുന്നോട്ട് പോകണം, മുന്നോട്ട് പോകണം, മുന്നോട്ട് പോകണം. എന്തായാലും ഞാൻ അതിൽ സക്സസ് നേടുക തന്നെ ചെയ്യും. പല പരീക്ഷണങ്ങളും വരും. ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒക്കെ ലെസൺ ഉൾക്കൊള്ളാൻ ഉണ്ടാവും. അതിൽ നിന്ന് ആ പാഠം പഠിക്കുക, ആ സിറ്റുവേഷനെ പാടയും മറന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. എപ്പോഴും ആ ഒരു ശുഭാപ്തി വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കണം. എപ്പോഴും ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് നേച്ചർ നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് പറയുന്നത് റിമൂവ് ഡിസ്ട്രാക്ഷൻസ് എന്നുള്ളതാണ്. മിക്കവർക്കും ചിലർക്ക് ഗോളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ചിലർക്ക് ഗോളൊന്നും ഇല്ല. അപ്പോ നമ്മള് ഈ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടല്ലോ, പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് വരും. ആ ഡിസ്ട്രാക്ഷൻസിനെ ഒഴിവാക്കണം. അതായത് ഇപ്പം ഫോണിൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചെയ്തു തുടങ്ങുമ്പോഴേക്കും ഫോണിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചേക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഒരെണ്ണത്തിന്റെ പുറകെ പോയി അടുത്തതിന്റെ പുറകെ പോയി മണിക്കൂറുകളോളം സമയം വേസ്റ്റ് ആക്കും. ഒരു ദിവസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളത് 24 hours. ആ 24 hours ആരും ഫലവത്തായിട്ട് യൂസ് ചെയ്യുന്നു, അവർക്കാവും സക്സസ് കിട്ടുക. ചിലരെന്ത് ചെയ്യും, ഓരോ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് അതിലേക്ക് പോകും. പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾ തീരുമാനിക്കുക, ഇതിനകത്ത് നോക്കി ഈ ഓരോരുത്തരിടുന്ന ഈ ചിലപ്പോൾ അതുകൊണ്ടൊന്നും കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവില്ല. വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഫോക്കസ്ഡ് ആയിരുന്ന അവനവന്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക. സ്വന്തമായിട്ട് ലക്ഷ്യങ്ങൾ ഇല്ലാത്തവര് മറ്റുള്ളവരുടെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് സഹായിക്കുന്നവരാ. മണ്ടന്മാരെ പോലെ മറ്റുള്ളവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കലല്ല നമ്മുടെ ഡ്യൂട്ടി. നമുക്ക് സ്വന്തമായിട്ട് ലക്ഷ്യങ്ങൾ വേണം. ആ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ ഓരോ ദിവസവും നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കാം. എന്റെ അടുത്ത് ഒരു പെൺകുട്ടി ഒരിക്കൽ 1-to-1 സെഷനിൽ വന്നിട്ട് പറഞ്ഞു, ടീച്ചർ എനിക്കൊരു ഇതുണ്ട്, എനിക്ക് മറ്റുള്ളവരുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരാളുടെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടു, അവരവിടെ ട്രാവൽ ചെയ്യുന്നു, അവര് ഇന്നത് കുക്ക് ചെയ്യുന്നു, അവരുടെ വീട്ടിലെ സന്തോഷം എങ്ങനെയാണ്, അത് കഴിയുമ്പോൾ അടുത്തത് കണ്ട് 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 കണ്ട്
അന്ന് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. കാര്യം എന്താണ്, നമ്മുടെ ബ്രെയിനിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ എന്റർടൈൻമെന്റ് പർപ്പസിലൊക്കെ ഇങ്ങനെ ഇരുത്തി നമ്മളിങ്ങനെ അതൊക്കെ ചിന്തിച്ച് ഇങ്ങനെ സമയം പോക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മള് ആ സമയം മുഴുവൻ ആവശ്യമില്ലാത്ത വീഡിയോസ് കൊണ്ട്, ആ വീഡിയോ ഉണ്ടാക്കിയവർക്ക് അതുകൊണ്ട് ഗുണമുണ്ട്, നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ അവിടെ വെറുതെ നമ്മുടെ സമയം നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ നമ്മൾ നല്ല മോട്ടിവേഷണൽ വീഡിയോസ് കാണും, നമുക്ക് ഗുണകരമായിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. അവിടെ നമ്മുടെ ടൈം വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ടൈം കളയാതിരിക്കുക. മറ്റുള്ളവരുടെ ചില വീഡിയോസ് ഒക്കെ തന്നെ നമ്മൾ കാണുമ്പോൾ അതിന് നെഗറ്റീവ് ന്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ യൂസ് ചെയ്യുന്ന വൊക്കാബുലറി, പലരും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ടീച്ചറിന്റെ വീഡിയോസ് ഓരോന്നും കാണുമ്പോൾ ടീച്ചർ പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ മാത്രമേ പറയുള്ളൂ. ടീച്ചർ അത് ചെയ്ത് കാണിക്കുന്ന ഒരു വ്യക്തി. ഇപ്പോൾ എന്റെ ക്ലാസ്സുകളിലാണെങ്കിൽ, എന്റെ 9 PM ക്ലാസ്സിലായാലും 1 PM ക്ലാസ്സിലായാലും മോർണിംഗ് ബാച്ചിലായാലും എന്റെ ഫ്രണ്ട്സ്, എന്റെ നാട്ടുകാർ, എന്റെ ബന്ധുക്കൾ, എന്റെ ഭർത്താവിന്റെ വീട്ടുകാരും ഒക്കെ എല്ലാവരും പങ്കെടുക്കുന്ന ക്ലാസ്സാണ്. അതിനകത്ത് ഇരുന്നിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. ഇപ്പൊ സത്യസന്ധത ഇല്ലാത്ത, ആത്മാർത്ഥത ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അതിൽ വന്നിരുന്ന് വാചകം അടിക്കാൻ പറ്റില്ല. കാര്യം എന്താണ്, എല്ലാവരുടെയും മുന്നിൽ നമ്മളൊരു ഓപ്പൺ ആയിട്ടൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തി. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഓരോ ദിവസം കഴിയുന്നോറും സക്സസ് കിട്ടും. നമ്മളത് ലൈഫിൽ അപ്ലൈ ചെയ്ത് കാണിച്ചിട്ട്, അല്ലാണ്ട് വെറുതെ നമ്മൾ ലെക്ചർ അടിച്ചത് കൊണ്ട് മാത്രം നമ്മളുടെ നമുക്ക് ആ ഒരു എന്താ പറയാ, നമ്മൾ ലൈഫിൽ അതൊന്നും പ്രാവർത്തികമാക്കാൻ നമ്മൾ കുറെ വാചകം അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതിനെല്ലാം ലൈഫിൽ അപ്ലൈ ചെയ്ത് കാണിക്കണം. അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഓരോ വ്യക്തികളും, യൂട്യൂബിലാണെങ്കിലും ചില വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന വ്യക്തികളുണ്ട്, മറ്റുള്ളവരെ നെഗറ്റീവ് പറയുകയും അങ്ങനെയൊക്കെയുള്ള വീഡിയോസ്. നമ്മൾ ഏത് വീഡിയോ ആണോ ഫോളോ ചെയ്യുന്നത്, കുറച്ചു ദിവസം കഴിയുമ്പോൾ അവരുടെ ആ ഒരു എന്താ വൊക്കാബുലറി ആയി മാറും, സംസാര രീതിയായി മാറും നമ്മുടെയും സംസാര രീതി. എപ്പോഴും ഓർക്കുക, നിങ്ങൾ ഫോളോ ചെയ്യുന്ന മെന്റർ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ആവരുത്. ചിലരൊക്കെ മുഖത്ത് നന്നായിട്ട് ആ ഒരു ഫേക്ക്നെസ് വെച്ചുകൊണ്ട്, ഉള്ളിൽ അതായത് ആ ഒരു നെഗറ്റീവ് വെച്ചുകൊണ്ട് പുറമേ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു ഉള്ളും പുറവും ഒന്നായിരിക്കുക. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള നല്ല രീതിയിൽ നമുക്ക് മെസ്സേജസ് തരുന്നവരുമായിട്ട് മാത്രം കണക്ട് ആയിട്ടിരിക്കുക. നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ബാഡ് ആയിട്ടുള്ള ഈ വൊക്കാബുലറി യൂസ് ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് നേരെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി നമുക്കും അതുപോലെയുള്ള വാക്കുകളാവും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. അടുത്തത് 6ാമത്തെ എന്ന് പറഞ്ഞാൽ സ്റ്റേ ആക്റ്റീവ്. അതായത് എല്ലാ ദിവസവും നിങ്ങൾ ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യണം. ടീച്ചർ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്, അതിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണും. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, ആക്റ്റീവായി ഇരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു എക്സർസൈസ് ഡെയിലി ചെയ്യണം. അത് മുടക്കം വരുത്തരുത്. ഇതൊക്കെ നമ്മള് പലരും പറയും എനിക്ക് അതിനൊക്കെ മടി പിടിച്ച് അങ്ങനെ ഇരിക്കും. നമ്മൾ അങ്ങനെ ആ ഒരു മടിയെ മാറ്റി വെച്ച് നമുക്ക് ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ, നമ്മൾ ആക്റ്റീവായി ഇരിക്കണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്തെങ്കിലേ മതിയാവുള്ളൂ. റെഗുലർ ആയിട്ട് എക്സസൈസ് അല്ലെങ്കിൽ വാക്കിംഗ് ചെയ്യുന്ന വഴി നമ്മുടെ ആ ഒരു എനർജി ലെവല് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മുടെ ലേസിനെസ് മാറി കിട്ടും. അപ്പൊ സ്റ്റേ ആക്റ്റീവ് എന്നുള്ളതാണ് 6ാമത്തെ പോയിന്റ്. 7ാമത്തെ എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ എ ഹെൽത്തി ഡയറ്റ്. ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഹെൽത്തി ഡയറ്റ് കഴിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു എനർജി ലെവൽ ഹൈ ആക്കി ഇംപ്രൂവ് ചെയ്ത് നിർത്താനായിട്ട് പറ്റുകയുള്ളൂ. പലർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ജങ്ക് ഫുഡ് അല്ലെ, വീട്ടിൽ കുക്ക് ചെയ്യാൻ മടിച്ചിട്ട് പുറത്തുനിന്നുള്ള ഭക്ഷണം വാങ്ങി കഴിക്കുക, ജങ്ക് ഫുഡ് കഴിക്കുക. നമുക്കറിയാം, ഇപ്പോ KFC ഒക്കെ കഴിച്ച് കുറച്ച് പെപ്സി ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ മത്തടിച്ച പോലെ തലയ്ക്കകത്തൊരു കിക്ക് കിട്ടുന്ന പോലെ നമുക്ക് ഭയങ്കര ആ ഒരു ലേസിനെസ്സും മടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ നമ്മൾ വല്ലപ്പോഴും ഒരു രസത്തിനൊക്കെ കഴിക്കുന്ന ഓക്കെ, അല്ലാണ്ട് സ്ഥിരമാക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല ഇലക്കറികള്, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, പയറുവർഗ്ഗങ്ങള്, പാല്, നമ്മൾ ആ ഒരു സമീകൃത ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇനഫ് സ്ലീപ്പ്. മിക്കവർക്കും പ്രോപ്പറായിട്ട് ഉറക്കമേ ഇല്ല. കാര്യം എന്താണ്, അതിനകത്ത് തോണ്ടി ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലില് യൂസേജ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇനഫ് സ്ലീപ്പ് കിട്ടത്തില്ല. എത്ര പേര് 6 to 7 hours അല്ലെങ്കിൽ 7 to 8 hours പ്രോപ്പർ ആയിട്ട് സ്ലീപ്പ് എത്ര പേർക്കുണ്ട്? ആഡിക്വേറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് ഉണ്ടാകണം. ശരിക്കും ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ഉറങ്ങണം. അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. അപ്പോ നമ്മൾ ആ 7-8 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങിയെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ഡേ നമുക്ക് ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഉറക്കക്കുറവ് മടിക്ക് കാരണമാകും. പ്രോപ്പറായിട്ട് സ്ലീപ്പ് ചെയ്യാം. 9ാമത്തത് റിവാർഡ് യുവർ സെൽഫ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക. അപ്പൊ ഓരോ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞു ടു ഡു എഴുതി ഓരോ ദിവസവും അത് കറക്റ്റ് ചെയ്യണം. ഓരോ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ റിവാർഡ്സ് കൊടുക്കുക. ഇതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യും. നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ഞാൻ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ കാണാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റിവാർഡ് നമുക്ക് കൊടുക്കാം. നമുക്കൊരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് വരും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ. 10ാമത്തതായിട്ട് സ്റ്റേ പോസിറ്റീവ് എന്നുള്ളതാണ്.
എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക, എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. സ്മൈൽ ബ്യൂട്ടിഫുള്ളി, മനോഹരമായി ചിരിക്കണം. ഈ പുറമേ കാണുന്ന ഫേക്ക് സ്മൈൽ അല്ല, ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ചിരി എപ്പോഴും നല്ല മനോഹരമായി പുഞ്ചിരിക്കണം. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളോട് നല്ല ചിരിച്ച് സംസാരിക്കുന്ന ആളുകളെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക. പണ്ട് ഞാൻ സ്കൂളിൽ ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് എന്റെ അടുത്ത് ചോദിക്കും, ഇയാളെന്തിനാ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് എടുക്കുന്ന സമയത്ത്? അത് മനഃപൂർവ്വമായിട്ട് ഞാൻ വരുത്തുന്ന ഒരു ചിരിയല്ല, എന്റെ മുഖത്ത് ആ ചിരി ഇങ്ങനെ വരുന്നതാണ്. അപ്പൊ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നവരെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്, അല്ലെ? മുഖത്ത് എപ്പോഴും മനോഹരമായ ഒരു പുഞ്ചിരി നമ്മൾ സൂക്ഷിക്കുക. നമ്മളെ വിമർശിക്കുന്നവരും കുറ്റപ്പെടുകയും എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം, എല്ലാവരും എന്നെ സ്നേഹിക്കണം, എല്ലാവരും എനിക്ക് വാവ് അടിപൊളി എന്ന് പറയണം. നോ, എല്ലാവരും ഒന്നും നമുക്ക് വേണ്ടി അങ്ങനെ പറയാനുണ്ടാവില്ല. നമ്മളെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും പുറകിൽ നിന്ന് കളിയാക്കി ചിരിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. ചെയ്യട്ടെ, അവരൊക്കെ അത് ചെയ്യട്ടെ. അതിന്റെയൊക്കെ മുമ്പിൽ നമ്മൾ എന്താണ് വിഷമിച്ച് നിൽക്കുക അല്ല വേണ്ടത്. നമ്മുടെ ആ ഒരു ലൈഫ് എൻജോയ് ചെയ്ത് നമ്മുടെ ബ്യൂട്ടിഫുൾ സ്മൈലും ഒക്കെയാണ് നമുക്ക് മറ്റുള്ളവരോടുള്ള മറുപടി. ആരോടും വിരോധവും വിദ്വേഷവും ഒന്നും സൂക്ഷിക്കേണ്ട. മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും പോസിറ്റീവായിരിക്കണം. അതിനുവേണ്ടി പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും നല്ല മോട്ടിവേറ്റ് ആയിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി നന്നായിട്ട് കൂടും. എപ്പോഴും നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മുടെ പിന്നെ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിൽ ടീച്ചർ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് ഒക്കെ ഇടാറുണ്ട്. നിങ്ങൾ അത് ചെയ്യുക. അത് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും. അത്രയും ചെയ്യുമ്പോൾ തന്നെ എത്രയോ മാറ്റങ്ങൾ വന്നിട്ടാണ് പിന്നെ ഓരോരുത്തരും ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചർ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും റിസൾട്ട് കിട്ടുകയില്ല, അപ്പൊ ക്ലാസ്സിൽ വരുമ്പോൾ എന്തോരം റിസൾട്ട് ആയിരിക്കും കിട്ടുക എന്ന് വിചാരിച്ച് ക്ലാസ്സിൽ വന്ന് വിത്തിൻ 1 ഡേ ലൈഫ് മാജിക്കലി ചേഞ്ച് ചെയ്തവരുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുക ലൈഫിൽ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 2 രീതിയിൽ ലൈഫ് ജീവിക്കാം. എങ്ങനെയും ആർക്കെങ്കിലും വേണ്ടി നമ്മൾ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോവാം. അതല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക, അതിനു വേണ്ടി വർക്ക് ചെയ്യുക. എല്ലാവർക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയട്ടെ എന്ന് ടീച്ചർ ബ്ലസ് ചെയ്യുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. റേസ് ആൻഡ് ഓപ്ഷൻ ഇട്ടാൽ മതി, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? റൈസ് ആൻഡ് ഓപ്ഷൻ ഇട്ടാൽ മതി. രാജിമോളെ, രാജിമോള് നമ്മുടെ സിൽവർ മെമ്പർ ആണ്. ഒരുപാട് നാളോട് ടീച്ചറിനോട് ഇപ്പം നമ്മുടെ ഗോൾഡ് മെമ്പർ ആണ്. പറയൂ രാജിമോളെ. ഞാൻ ടീച്ചറിന്റെ കൂടെ കൂടിയിട്ട് ഇപ്പം 11 മാസമായി. ഓ, അടുത്ത മാസം ആവുമ്പോ 1 വർഷമാവും അല്ലേ? പറയൂ. ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ടീച്ചറിന്റെ ക്ലാസ് കാണുന്നത്. എന്തോടാ? വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ടീച്ചറിന്റെ ക്ലാസ് ഇങ്ങനെ വഴി കാണുന്നത്. ഞാൻ അതിൽ അറ്റൻഡ് ചെയ്തത് 1 മാസത്തേക്കെന്നും പറഞ്ഞുകൊണ്ട് അറ്റൻഡ് ചെയ്തതാ ടീച്ചറെ. പക്ഷെ അങ്ങോട്ട് വിട്ടുപോകാൻ പറ്റത്തില്ല. ടീച്ചർ പറഞ്ഞു മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുള്ള സമയത്തായിരുന്നു. അതങ്ങോട്ട് പോകാൻ പുറത്തുള്ളവർ നോക്കുമ്പോ ഞാൻ ഹാപ്പിയാ, ഞാൻ ഇങ്ങനെ നന്നായിട്ട് നടക്കുന്നു, അവരെ ഒന്നും അറിയിക്കത്തില്ലായിരുന്നു. പിന്നെ പക്ഷെ നമ്മുടെ ഉള്ളെന്താണെന്നുള്ളത് നമുക്കേ അറിയാവുള്ളായിരുന്നു അല്ലെ? അറിയത്തുള്ളായിരുന്നു. ടീച്ചറിന്റെ ക്ലാസ് അങ്ങോട്ട് തുടങ്ങി സിൽവർ ആദ്യത്തെ ഒരു മാസം 10-15 ആയപ്പോഴത്തേക്കും ഇങ്ങോട്ട് NLP ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ടീച്ചറെ മനസ്സിൽ നിന്ന് അതെല്ലാം അങ്ങോട്ട് പോയിട്ട് ഭയങ്കര സന്തോഷം വന്നിട്ട് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. സന്തോഷം കൊണ്ട് എനിക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ലേ? കഴിഞ്ഞാണ് ടീച്ചറിന് ഞായറാഴ്ച ടീച്ചറിനെ കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചാണ് പോകുന്നത്. പക്ഷെ ഫ്രീ ക്ലാസ് വെച്ചപ്പോ ഞായറാഴ്ച ഇപ്പൊ ടീച്ചറിനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? യെസ്. ഗോൾഡ് മെമ്പർഷിപ്പ് ക്ലാസ് എങ്ങനെയുണ്ട്? ഗോൾഡ് സൂപ്പറാ ടീച്ചറെ. വെറുതെ ഞാൻ ജോയിൻ ചെയ്തതാ, ടീച്ചറിനെ കാണാൻ വേണ്ടി ജോയിൻ ചെയ്തതാ. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അതിന്റെ മാറ്റമാ. എന്റെ ടീച്ചറെ അതൊന്നും പറയാനൊക്കത്തില്ല. എല്ലാവർക്കും ഞാൻ ഗോൾഡ്, ഈ സിൽവർ എടുക്കുന്നവര് ഗോൾഡ് എടുക്കണമെന്ന് തന്നെ ഞാൻ പറയുന്നത്. കാരണം അത് വേറൊരു അനുഭവമാ. നമ്മുടെ മനസ്സ് നമ്മൾ വിചാരിക്കും പിന്നെ ഒന്നും കാണത്തില്ല, എല്ലാം പോയി കാര്യങ്ങളാണ്. പക്ഷെ ടീച്ചർ അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നടന്നിട്ട് തുടങ്ങുമ്പോഴാണ് ഉള്ളിൽ കിടക്കുന്നതൊക്കെ ഇങ്ങനെ നമ്മള് പെർഫെക്റ്റ് ആണ്, എല്ലാവർക്കും ഓക്കെയാണ്. മറ്റേതായിട്ട് ഹീലിംഗ് തുടങ്ങുമ്പോ ഓരോന്നായിട്ട് പുറത്തേക്ക് വന്ന് പിന്നെ അവിടെ ആദ്യം ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു തന്ന് അതും കൂടെ ഹീൽ ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ ടീച്ചറെ ഇപ്പം ചില സമയത്തൊക്കെ തുള്ളിച്ചാടുവോ. താങ്ക് യു രാജുമോളെ. പ്രാർത്ഥിക്കുന്ന ഗോൾഡ് തീരല്ലേന്ന്. Thank you so much, Mola. Thank you for sharing your happiness. Thank you, Bindu K. Nair.
ഗോൾഡ് അമേസിംഗ് ആണ്. നോ വേർഡ്സ്. താങ്ക് യു. ഞാനും പോകില്ല ടീച്ചറിനെ വിട്ട്. മെറിറ്റ് മാം ബിഗ് സക്സസ് സ്റ്റോറി ആയിട്ട് വരുന്നുണ്ട് ഞാൻ ടീച്ചർ. ഓക്കെ, വെൽക്കം. ഓക്കെ, റെക്കോർഡിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലാസ്സിൽ വരാൻ പറ്റാത്തവർക്ക് റെക്കോർഡിംഗ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ചിലർക്കൊക്കെ നമ്മുടെ ആ ഒരു ടൈം ഇങ്ങോട്ട് അതർ ടൈം സോൺസിലുള്ളവർക്കുണ്ട് റെക്കോർഡഡ് ക്ലാസ്സുകൾ എടുക്കാം. അത് നിങ്ങൾക്ക് 60 ഡേയ്സോ 90 ഡേയ്സ് എന്തോ വാലിഡിറ്റി പറയേണ്ട അത്ര നോക്കുക കേട്ടോ. ടീച്ചറിന്റെ ടീമിനോട് ചോദിച്ചാൽ മതി. കുറെ നാളായി ടീച്ചറിനെ കണ്ടു, ഇന്ന് ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്, ഞാൻ വേഗം തിരിച്ചു വരും ഗോൾഡ് മെമ്പറിലേക്ക്. മെറിറ്റ് മാം, ടീച്ചർ പണ്ടേ ഭയങ്കര സുന്ദരിയാണ്. ഞാൻ ഒരുങ്ങാതെ നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. ഞാൻ ഇന്ന് വൃത്തിയായിട്ടൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. പോയിന്റ്സ് ഒന്നുകൂടി പറയാമോ ടീച്ചർ? അപ്പൊ ഞാൻ ഇങ്ങനെ സുന്ദരിയെന്ന് പലർക്കും തോന്നിയോ ഇവർക്ക് കുറച്ച് അമിത ആത്മവിശ്വാസം കൂടുതലല്ലേ, ഇത് ക്ലാസ്സിലൊന്നും പങ്കെടുക്കാത്തവർക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വിശ്വസിക്കണം, നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആണ് എന്ന് നമ്മൾ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുകയുള്ളൂ കേട്ടോ. യെസ്, സിനിമ കാണുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആണോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രശാന്ത് പി. സിനിമ കാണുന്നത് വേസ്റ്റ് ഓഫ് ടൈം അല്ല, നല്ല സിനിമകൾ തിരഞ്ഞെടുത്ത് കാണണം. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ല ഒരു മെസ്സേജ് തരുന്ന, നല്ല ഒരു വാല്യൂ മൂല്യം തരുന്ന നല്ല സിനിമകൾ തിരഞ്ഞെടുത്ത് കാണുന്നതിൽ തെറ്റൊന്നുമില്ല. 1-to-1 സെഷനിൽ എങ്ങനെ പങ്കെടുക്കാം? 1-to-1 സെഷനിൽ പങ്കെടുക്കാൻ ടീച്ചറിന്റെ പേഴ്സണൽ സെക്രട്ടറിക്ക് മെസ്സേജ് ചെയ്യുക 9526549978. ഓക്കെ. നെഗറ്റീവ് കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് ടീച്ചർ? സൂര്യ പി കെ നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ എടുത്തിട്ടില്ല എന്തോ മനസ്സിലായി. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് എടുത്ത് പഠിക്കുമ്പോൾ ഇതെല്ലാ കാര്യങ്ങളും ടീച്ചറെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഓ ടീച്ചറെ കൊറേ നാളായി ടീച്ചർ. പറയൂ പ്രീത മാം. എവിടായിരുന്നു, കാണാനില്ലായിരുന്നല്ലോ. 5 മാസം വന്നേ പിന്നെ വന്നിട്ടേ ഇല്ല ടീച്ചറെ. എനിക്ക് ഉണ്ണിയപ്പത്തിന്റെ സെയില് ഭയങ്കര കൂടുതലാണ് ടീച്ചറെ. പ്രീത മാം നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നില്ല. ഏത് ക്ലാസ്സിലാണ് നമ്മുടെ ക്ലാസ് പങ്കെടുത്തേ? പിന്നെ ഞാൻ 9 PM 5 മാസം പങ്കെടുത്തിന്. മറ്റേ പിന്നെ അബണ്ടൻസ് ക്ലാസ്സിൽ പങ്കെടുത്തേ പിന്നെ നല്ല സക്സസ് ആണ് എനിക്ക്. എറണാകുളത്തായിരുന്നോ പങ്കെടുത്തേ? എറണാകുളത്ത് അല്ല, ഞാൻ പേഴ്സണലായിട്ട് ടീച്ചറെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ബില്ലനിയർ ക്ലാസ് ആണോ? ബില്ലനിയർ ക്ലാസ്, ബില്ലനിയർ. അത് പെട്ടെന്ന് ബില്ലനിയർ ക്ലാസ്സിൽ അതിൽ അറ്റൻഡ് ചെയ്ത് സംരംഭം തുടങ്ങി, ഉണ്ണിയപ്പത്തിന്റെ ബിസിനസ് തുടങ്ങി നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇതാ ടീച്ചറെ, ഞാൻ ഉണ്ണിയപ്പം ഇപ്പം ചുട്ടോണ്ടൊക്കെതാ കാണുന്നുണ്ടാ? ഒരു മിനിറ്റ് നോക്കട്ടെ, ഒരു മിനിറ്റ്. ഞാൻ ഗാലറിയിൽ സെർച്ച് ചെയ്തിട്ട് ഞാൻ എന്റെ പടം ഇട്ടേക്കുന്നത്. ഒന്ന് സംസാരിച്ചേ മാം. ഇതാ പിന്നെ ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് ഇത് സ്പോട്ട്ലൈറ്റ് ചെയ്തിട്ട് ഉണ്ണിയപ്പം കാണിച്ചേ. എല്ലാരും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഞങ്ങൾക്കൊന്നും ഇല്ല ഉണ്ണിയപ്പം. രാവിലെ ഉണ്ണിയപ്പം കാണിച്ചു പിടിക്ക് കുട്ടി. എങ്ങനെ പോകുന്നുണ്ട് ബിസിനസ്? ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് 9 PM നല്ല കൈയടി കൊടുക്കാം. 9 PM ക്ലാസ്സിൽ പങ്കെടുക്കാൻ കുറച്ച് രാത്രിയല്ല ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് രാവിലെ എനിക്ക് അംഗൻവാടി ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഓരോരുത്തർക്ക് ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. പിന്നെ പ്രീ പ്രൈമറി ടീച്ചറും കൂടെ ആയതുകൊണ്ട് രാവിലെ ജോലിക്ക് പോകണം. നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരാൾക്ക് ചെറിയ രീതിയിൽ ശമ്പളം കൊടുക്കാൻ വേണ്ടി എനിക്കിപ്പോ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ടീച്ചർ സംരംഭകയായി നമ്മള് ഒരു ഓൺട്രപ്രണർ ലെവലിലേക്ക് എത്തി. സാലറി കൊടുക്കാന്ന് ഇനി ഒരാളല്ല, ഇതിനെ നല്ല രീതിയിൽ മാമിന് ഒരു പ്രത്യേക രീതിയിൽ താങ്ക് യു ഫോർ ഷെയറിങ് യുവർ ഹാപ്പിനെസ്. മാമിന് ഒരു പ്രത്യേക രീതിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ നമ്മള് ഒരു സെക്കൻഡ് ഞാനൊന്ന് മ്യൂട്ട് ചെയ്തോട്ടെ മാം. താങ്ക് യു ഫോർ ഷെയറിങ്. താങ്ക് യു. ഭയങ്കര സന്തോഷമാണ്. ഞാൻ മ്യൂട്ട് ചെയ്തു. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യാവോ? സോറി, അൺമ്യൂട്ട് ചെയ്തേ. മൈക്ക് ഓൺ ചെയ്തിട്ട് പറയൂ പ്രീത മാം. മൈക്ക് ഓൺ ചെയ്തിട്ട് പറയൂ. ടീച്ചറെ, മോനിപ്പം ഗൾഫിൽ പോയിട്ടുണ്ട്. ടീച്ചറെ ബ്ലെസ്സിങ്ങിലെല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഓൻ വിചാരിച്ച അത്രയും എത്താൻ പറ്റില്ല. അതുകൊണ്ട് ടീച്ചർ ഒരു ബ്ലെസ്സിങ് കാര്യമായിട്ട് വേണം. താങ്ക് യു മാം. അടുത്ത മാസം മുതൽ ഞാൻ ക്ലാസ്സിൽ ചേരും. ഒരാളെയും കൂടെ വെക്കണം നിനക്കുണ്ട്. അടുത്ത മാസം മുതൽ ക്ലാസ്സിൽ ഞാൻ എന്തായാലും 9 PM വെൽക്കം കേട്ടോ. ഓക്കെ, ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു സോ മച്ച്. കാര്യം ഓരോരുത്തരും വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് എടുത്ത് പോയിട്ട് അടുത്ത ഹിന്ദിക്കാരുടെ ക്ലാസ്സിന്റെ സമയം, പക്ഷെ ഓരോരുത്തരും വന്നിട്ട് അവരുടെ സക്സസ് സ്റ്റോറീസ് ഇങ്ങനെ നമ്മൾ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് പറയും. ഭയങ്കര സന്തോഷമാണ് കേട്ടോ.
ഒരു ആത്മാവിൽ മുറിവേറ്റ പോലത്തെ ഒരു വലിയ പ്രശ്നം എനിക്ക് ശരിക്കും വളരെ ചൈൽഡ്ഹുഡ് മുതൽ എനിക്ക് ഉണ്ടായിരുന്നു. അതെന്റെ ഒരു അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതെനിക്ക് എന്നും എനിക്ക് തോന്നിയിട്ടുള്ളത് ദൈവം എന്നോടൊരു നീതി കാണിച്ചില്ല എന്ന് ഒരു കംപ്ലൈന്റ് എനിക്ക് എന്നും ഉണ്ടായിരുന്നു. അപ്പോ അത് ഞാൻ അന്ന് ടീച്ചറുടെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ആ സമയത്ത് ഞാൻ ചെയ്തില്ല. പിന്നത്തെ ദിവസം ഞാൻ വീട്ടിൽ ആരും ഇല്ലാത്ത ഒരു സമയത്ത് ഞാൻ അത് മുഴുവൻ ഞാൻ എഴുതി. അല്ല, ഞാനൊരു വലിയ ലെറ്റർ എഴുതാണ് ചെയ്തത്. ഒരു പേപ്പറിൽ ഞാൻ കംപ്ലീറ്റ് എഴുതി. അത് ഞാൻ എന്താ പറയാ കരഞ്ഞ് കണ്ണീരിൽ എഴുതണ പോലെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ പുറത്ത് കൊടുങ്കാറ്റ് പോലത്തെ കാറ്റാണ്. എനിക്കത് കത്തിക്കാനേ പറ്റുന്നില്ല. അത്രയ്ക്കും ബുദ്ധിമുട്ടിയാണ്. ഞാനത് ഒരു സ്ഥലത്ത് ആരും വരാത്ത പോലത്തെ സ്ഥലത്ത് ഞാൻ കത്തിച്ച് ഞാൻ ചിലപ്പോ എന്റെ കൈ പൊള്ളുമെന്നവരും കൂടി ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഭയങ്കര റിസ്കിലാണ് കത്തിച്ചത്. പക്ഷെ കത്തിപ്പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കത്തി ഫുള്ള് ഞാൻ ഇതുവരെ ഒരു കടലാസും ഇതുപോലെ കത്തിപ്പോണെന്ന് ഞാൻ കണ്ടിട്ടില്ല. അത്രയും ക്ലിയർ ആയിട്ട് കത്തിയിട്ട് അത് ആ കാറ്റിന്റെ ഒപ്പം അങ്ങോട്ട് പറന്നു പോവാണ് ചെയ്തത് ശരിക്കും ആ ചാരം മുഴുവൻ. അപ്പൊ അതോടുകൂടി ശരിക്കും എനിക്ക് എത്ര റിലീഫായെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് അത്രയും വലിയൊരു അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞുണ്ടായത്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ എല്ലാവിധ ഗ്രോത്തുകളും എനിക്ക് വളരെ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് മുടങ്ങിപ്പോ എനിക്ക് ഒരിക്കലും ഒരു എൻഡ് റിസൾട്ട് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കാത്ത ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഞാൻ എന്ത് മുന്നോട്ട് പോകുമ്പോഴും എനിക്ക് തോന്നും അതൊന്നും സംഭവിക്കില്ല എന്ന്. എന്റെ ഒരു പഴയ മുറിവേറ്റ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കും അത് വരില്ല, എന്റെ കയ്യിലേക്ക് വരില്ല എന്ന് ഞാൻ എപ്പോഴോ വിശ്വസിച്ചു പോയി. അങ്ങനെ അത് ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന പോലത്തെ ഒരു അവസ്ഥ വന്നു. അപ്പോ നന്ദി മഹാപ്രപഞ്ചമേ. ഞാൻ പ്രപഞ്ചമായിട്ട് വിശ്വസിക്കുന്ന ടീച്ചറെയാണ്. ഒരു അമ്മ മോനെ അനുഗ്രഹിക്കണ പോലെ ഒന്ന് അനുഗ്രഹിക്കണം എന്നെ. തീർച്ചയായിട്ടും ടീച്ചറെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ അത് പറയാൻ എനിക്ക് വാക്ക് വരുന്നില്ല. അതാണ് ഞാൻ ഇങ്ങനെ സ്റ്റക്ക് ആയിരിക്കുന്നത്. താങ്ക് യു സാറിന് അത്രയും ഒരു സമാധാനം തരാൻ കഴിഞ്ഞെങ്കിൽ എന്റെ ജീവിതം തന്നെ. താങ്ക് യു സാർ. താങ്ക് യു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്ന യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് നമ്മളെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നത് എന്നൊരു കാര്യം സാറ് പറയുമ്പോൾ മനസ്സിലാവും. അത്രയും വർഷങ്ങളായിട്ട് ഹോൾഡ് ചെയ്ത് കൊണ്ട് നടന്ന ആ ഒരു സങ്കടമൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം നമുക്കതൊന്നും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനും നമുക്കത് പൈസ കൊടുത്ത് അളക്കാനോ ഒന്നും പറ്റുന്ന കാര്യമില്ല. അതൊക്കെയാണ് പ്രൈസ്ലെസ്. ഷബിനു പറയൂ, നിങ്ങളുടെ സക്സസ് സ്റ്റോറി ഇന്നും നാളെ തീരില്ല. പറയൂ ഷബിനു. എനിക്ക് ഹോപ്പനോപ്പോനോ ചെയ്തു അന്ന് ട്യൂസ്ഡേ ചെയ്തല്ലോ. പിന്നെ നേരത്തെ ഒന്നും വേറെ വെറുതെ. പക്ഷെ അന്നത്തെ നൈറ്റ് ഞാൻ ചെയ്തിട്ട് ആണ് നമുക്ക് കുറിയുള്ളത്. അപ്പൊ തന്നെ ചെയ്തിട്ട് ഞാൻ നൈറ്റ് കിടക്കുമ്പോ എന്റെ ബ്രദറാണ് കളക്ട് ചെയ്യാ മണി കളക്ട് ചെയ്യാ. അപ്പൊ ഞാന് ബ്രദർക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്തു എന്റെ 50K എപ്പോഴാ ചെയ്യണേന്ന് പറഞ്ഞിട്ട് ഞാൻ ായിരുന്നു. മാം അന്ന് ക്ലാസ്സിൽ പറഞ്ഞു ബ്ലൈൻഡ്ലി ബിലീവ് എന്നാണ് പറഞ്ഞത്. ബിലീവ് ചെയ്തിട്ട് ഹോപ്പനോപ്പോനോ ചൊല്ലിയിട്ട് വെനസ്ഡേ ആണ് എടുക്കണത്. ഞാൻ ട്യൂസ്ഡേ നൈറ്റ് തന്നെ ബ്രദർക്ക് മെസ്സേജ് ചെയ്തു നാളെ എനിക്ക് കിട്ടുന്ന എപ്പോഴാ നീ 50K എനിക്ക് ട്രാൻസ്ഫർ എന്നിട്ട് പിന്നെ വിറ്റേഴ്സ് ഞാൻ ക്ലാസ്സിൽ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോ ബ്രദർ മെസ്സേജ് ചെയ്യുക കുറി കിട്ടിയെന്ന്. അത് ശരി. അതാണ് പവർ ഓഫ് ബിലീഫ് എന്ന് പറയുന്നത്. ഞാൻ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു കണ്ടോ എന്റെ മാജിക്കൽ പവർ, എനിക്ക് ല്ലേ ഇനിയിപ്പൊ ഞാൻ 50K ആക്കി തന്നില്ലേ, ഇനിയിപ്പൊ എന്തൊക്കെ കാണണം എന്ന് പറഞ്ഞു. ഷബ്നു നമ്മുടെ സിൽവർ ക്ലാസ് മെമ്പർ ആണ്. ജസ്റ്റ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. വെരി ഗുഡ്. മാജിക്. ഹായ് പറയൂ. എനിക്കൊരു സന്തോഷ വാർത്ത പറയാനാണ്. ഞാനിതുപോലെ വീണ് എന്റെ കാല് സുഖമായിട്ട് ഒരു മിനിറ്റ്. എന്താണ് മാം വീണ? ഞാൻ വീണ് എന്റെ കാല് പ്ലാസ്റ്റർ ഇട്ടിരിക്കുവാണ്. അപ്പൊ ഈ കിടക്ക തന്നെ ആയിരുന്നു. മാമിന്റെ ക്ലാസ് പങ്കെടുത്തതോടുകൂടി എനിക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് എനിക്ക് സ്വയം തന്നെ എനിക്ക് ഏറ്റെടുക്കാനൊക്കെ ഉള്ള ഒരു എനർജി എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് മനസ്സിന്റെ എന്താ പറയാ ഒരുപാട് പ്രയാസപ്പെട്ട് മൂടിക്കിടന്ന ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ അതിൽ നിന്നെല്ലാം ഞാൻ റിക്കവറായി നല്ല പോസിറ്റീവായിട്ട് എപ്പോഴും നല്ല ചിന്തയോടുകൂടി. വെരി ഗുഡ് കേട്ടോ. താങ്ക് യു. യെസ് രാംജിത് രാജ് പറയൂ.
ടീച്ചറെ ഞാനൊന്ന് പറയട്ടെ. ഓ പറയൂ. ആരാ? ഞാൻ ശൈലജ, ഗുജറാത്ത്. പറയൂ. ഗുജറാത്തിൽ നിന്നാണ്. ഞാൻ 9 PM ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആണ്. പറയൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 5 വർഷത്തോളം ടെൻഷനിലായിരുന്നു. മാഡത്തിന്റെ മെസ്സേജ് കണ്ടു, മാഡത്തെ ഫോളോ ചെയ്തു. അപ്പൊ എനിക്കും തോൽക്കാൻ മനസ്സില്ല. ഞാനും ഇതിനകത്ത് ഉടൻ തന്നെ ഒന്നും ആരുടെയും സജഷൻ ഇല്ലാതെ ഞാൻ കയറി ഫീസ് അടച്ചു. 3-ാം തീയതി തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാനൊരു ഓൺലൈൻ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ഞാൻ അല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ 2 മാസം കൊണ്ട് 2 റാങ്ക് അച്ചീവ് ചെയ്തിരുന്നു. പിന്നെ അതൊന്ന് ബ്രേക്കപ്പ് ആയി നിൽക്കുകയായിരുന്നു, ബ്രേക്ക് ഡൗൺ ആയി. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ടെൻഷനായി. അപ്പൊ ഞാൻ അതിലൊരു മീറ്റിങ്ങിനൊക്കെ കയറുമ്പോൾ ഹസ്ബൻഡ് പറയും, ഓ വേറെ ജോലി ഇല്ല എന്നൊക്കെ പറയും. അപ്പൊ ഞാനിങ്ങനെ പുള്ളിയോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ടീച്ചറിന്റെ കോഴ്സിന് ചേരുകയാണ്. എനിക്ക് എന്തോ ദൈവം എനിക്ക് കൊണ്ടുതന്ന ഒരു ഗുരുവാണ് എൻ്റെ. ഞാൻ അന്വേഷിച്ച് നടന്ന ഒരു ദൈവം എൻ്റെ മുന്നിലേക്ക് എത്തിയതുപോലെ എനിക്ക് ജീവിക്കണം. ഞാൻ സ്വയം, ടീച്ചർ പറഞ്ഞു മിറർ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞില്ലയോ, അപ്പൊ അതിന് സ്വയം ടീച്ചറെ ഞാൻ എന്നെ തന്നെ ഞാൻ ശപിച്ചിട്ടുണ്ട്, എന്നെ തന്നെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് കുറച്ച് മാമിന്റെ എല്ലാ വീഡിയോസ് കണ്ട് ഞാൻ പോസിറ്റീവ് ആയപ്പം ഞാൻ തന്നെ മിററിൽ നോക്കിയിട്ട് പറയുമായിരുന്നു, സോറി ശൈലജ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടൊക്കെ ഒരു 5 വർഷമായി കാണും. അപ്പൊ ഇപ്പൊ എനിക്ക് നല്ല ഉറക്കമുണ്ട്. 5 വർഷമായിട്ട് ഉറക്കമില്ല, ഞാൻ കരഞ്ഞ് എപ്പോഴോ ഉറങ്ങും. പിന്നെ രാവിലെ എഴുന്നേക്കും, 7:30 ഡ്യൂട്ടിക്ക് പോകണം, 5:30 ആകുമ്പോൾ വീട്ടിൽ വരും. പിന്നെ വീട്ടിലെ ജോലികളൊക്കെ അതൊക്കെ എങ്ങനെയോ നടന്നു. അതിന്റെ ഇടയ്ക്ക് ഒത്തിരിയും പ്രാവശ്യം സൂയിസൈഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് ഇപ്പം ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ചെയ്യണം, കുറെ പേരെ സഹായിക്കണം, അങ്ങനെയൊക്കെയുള്ള മനസ്സിലാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഞാനൊരു സാധനം വാങ്ങിച്ചപ്പം ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയിരുന്നു എനിക്ക്. അപ്പൊ ഞാനൊരു ദിവസം നമ്മുടെ ഈ പ്രെയർ ഒക്കെ ചെയ്തിട്ട് കിടന്നപ്പോ ആദ്യത്തെ ദിവസം എനിക്കൊരു രാവിലെ ഞാൻ എഴുന്നേറ്റ് മാമിന്റെ ഒരു സൗണ്ട് കേൾക്കാനും ആ ചിരി കാണാനുമായിട്ട് ഞാൻ അതൊന്ന് ഓണാക്കിയപ്പം മൊബൈലിനകത്ത് മെസ്സേജ് കിടക്കുന്നു, എനിക്കൊരു 100 രൂപ അടിച്ചു. പിറ്റേ ദിവസവും 100 രൂപ. അങ്ങനെ ഒരു 4 ദിവസം 400 രൂപ എനിക്ക് ആ ഗിഫ്റ്റ് വൗച്ചർ, 30 ദിവസത്തെ ഗിഫ്റ്റ് വൗച്ചർ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എവിടുന്നാന്ന് അറിയത്തില്ല, ഒരു ഫണ്ട് റിലീസ് ആവുമെന്ന് ഇങ്ങനെ എന്നോട് പറയും ഒരു ഇൻഷുറൻസുകാരൻ. ഞാൻ പറയും, ഏയ് ചുമ്മാതാ, നിങ്ങൾ വെറുതെ എന്നെ കളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരോട് വെറുതെ തല്ലു പിടിക്കുമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എനിക്കൊരു 12,400 രൂപ ഒരു ദിവസം വന്നു. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നോക്കിയേ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇതൊക്കെ? അപ്പൊ എന്നോട് പറയാം, നീ ചെയ്തോ എന്നും പറഞ്ഞ് എന്റെ അടുത്ത് ഇരിക്കും എപ്പോഴും അത് കേൾക്കാനൊക്കെ. അപ്പൊ അങ്ങനെ ഒരു 12,400 രൂപ അത് കിട്ടി എനിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ ഓഫീസിലാണെങ്കിൽ ഞാൻ 26 വർഷം കൊണ്ട് ജോലി ചെയ്യുന്നു. ഒരു 10 കൊല്ലത്തിന് മുമ്പ് എന്റെ മോളിൽ പോസ്റ്റിലുള്ള സാറ് ആക്സിഡന്റ് ആയിട്ട് മരിച്ചുപോയി. അപ്പൊ അത് കഴിഞ്ഞ് ആ സ്ഥാനത്തേക്ക് വേറൊരാൾ വന്നു. അപ്പൊ പുള്ളി എന്ത് പറഞ്ഞാലും പുള്ളിയേക്കാൾ സീനിയോറിറ്റി എനിക്ക് കൂടുതലല്ലേ. അപ്പം പുള്ളി എന്നെ ഡെയിലി എന്തെങ്കിലുമൊക്കെ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വരുമ്പോ എന്നോട് ഇങ്ങനെ പറയും, എത്ര നമ്മൾ ആത്മാർത്ഥതയോട് കൂടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എന്റെ സേട്ടിനും മാനേജർക്കും ഒക്കെ എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പൊ ഈ പുള്ളി വന്നപ്പം പുള്ളിയോട് പറഞ്ഞായിരുന്നു, वो तो प्लांट शैलज संभालेगी, तू टेंशन नहीं करना, ചാർട്ട് ചെയ്തേനാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളിക്ക് എന്തോ എന്നോടൊരു ജലസി, ഒരു അസൂയ. അപ്പൊ എന്ത് വരുന്നാലും ഐസേക്കും എന്ന് ചോദിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ മാം പറഞ്ഞപ്പോ ഞാൻ ആ പുള്ളിയുടെ പേര് വെച്ച് ഇങ്ങനെ പറഞ്ഞു, എന്നോട് നല്ലപോലെ ബിഹേവ് ചെയ്യുന്നതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് മാഡം ഇപ്പൊ അന്ന് തൊട്ട് എന്നോട് എന്നും വന്ന് രാവിലെ ഗുഡ് മോർണിംഗ് ശൈലജ, ഗുഡ് മോർണിംഗ്, കൈസായ ആദ്യം അപ്പനാ കിतना ടാർജറ്റ്. എനിക്ക് സന്തോഷം ഇരിക്കാൻ വയ്യാത്ത പോലെ ഞാൻ മനസ്സിൽ യൂണിവേഴ്സിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരത്തില്ല. അതുപോലെ താങ്ക്സ്. എനിക്കറിയത്തില്ല, യൂണിവേഴ്സിനെയും ടീച്ചറിനെയും ഞാൻ ഒരുപോലെ സ്തുതിക്കുക ഓരോ ദിവസവും. ഒരിക്കലും ജീവിതത്തിൽ മൊത്തം ടീച്ചറിനെ ഫോളോ ചെയ്തോണ്ടിരിക്കും ഞാൻ. താങ്ക് യു. രാംജിത്ത് രാജ് എന്റെ ചേച്ചിയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അവൾക്ക് വന്ന മാറ്റം ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഇപ്പോൾ വൈഫും ഞാനും ചേർന്നു. താങ്ക്സ് യൂണിവേഴ്സ്. താങ്ക് യു ടീച്ചർ, താങ്ക് യു. നമ്മൾ ചന്ദ്രികയുടെ പരസ്യത്തിൽ പറയുന്ന പോലെ എനിക്ക് ഇന്ന ആളാണ് ഈ ക്ലാസ് സജസ്റ്റ് ചെയ്തത് എന്ന് പറയുന്ന പോലെ. താങ്ക് യു എവരിവൺ. ഇനി ആർക്കെങ്കിലും ഡോക്ടർ അനു ശ്രീധർ പറയും. അനു പറഞ്ഞല്ലോ, സോറി, അനു പറഞ്ഞു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് എവരിവൺ. ടീച്ചർ ഇനി അടുത്ത ഹിന്ദിക്കാരുടെ ക്ലാസ്സിലോട്ട് കയറട്ടെ. നിങ്ങളുടെ സന്തോഷകഥകളൊക്കെ പറഞ്ഞതിൽ
ഭയങ്കര പോസിറ്റിവിറ്റി ടീച്ചർ ഈ സക്സസ് സ്റ്റോറീസ് കേൾക്കുമ്പോൾ. മെറിറ്റ് മാം, അതെ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് സന്തോഷമായി. താങ്ക് യു സോ മച്ച് എവരി വൺ. നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. അപ്പൊ അൺമ്യൂട്ട് ചെയ്തിട്ട് എല്ലാവരും താങ്ക് യു പറയാം. താങ്ക് യു ടീച്ചർ. താങ്ക് യു. Thank you so much. Thank you ടീച്ചർ. ലവ് യു. Thank you.